നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് അവസാനിപ്പിച്ച ആയത്ത് നമ്പർ പറയാമോ? ഓക്കെ, ആ ആയത്തിന്റെ ടോട്ടൽ അർത്ഥം ഇതല്ലേ, വമാ അർസൽനാ മിൻ ഖബലിക മിൻ റസൂലിൻ, നാം ഒരു ദൂതനെയും താങ്കൾക്ക് മുമ്പ് അയച്ചിട്ടില്ല, വലാ നബിയിൻ. അല്ല 52 ഇനി എടുക്കണ്ടേ അല്ലേ? ഓക്കെ അല്ലേ? ശരി ശരിയാ, 52 വരെ. ഓക്കെ, അവിടെ അപ്പൊ 52 ഒരു കാര്യം പറഞ്ഞിട്ടില്ല, അങ്ങനെ സ്പീഡിൽ അവസാനിപ്പിച്ചു പോവുക ചെയ്തു. വിശദീകരണം പറഞ്ഞില്ലെന്നോ? ക്ലിയർ ആയില്ല. വമാ അർസൽനാ മിൻ ഖബലിക മിൻ റസൂലിൻ, താങ്കൾക്കും നാം ഒരു ദൂതനെയും അയച്ചിട്ടില്ല, വല നബിയിൻ, ഒരു നബിയെയും അയച്ചിട്ടില്ല, ഇല്ലാ ഇദാ തമന്ന, ആ നബിമാർ ആഗ്രഹിച്ചിട്ടല്ലാതെ. എന്താണ് നബിമാര് അള്ളാഹു കൊടുക്കുന്ന ആ വിഷയത്തെ ഇംപ്ലിമെന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പബ്ലിസിറ്റി ചെയ്യാനൊക്കെ അവർക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ എന്താ, അൽക്ക ഷെയ്ത്താൻ ഫി ഉംനിയത്തി, ആ നബിമാരുടെ ആഗ്രഹങ്ങൾക്കിടയിൽ വേറൊരാൾ വരും. ആര് വരും? ആര് വരും? പിശാച്. അതിനെക്കുറിച്ച് ഇന്നലെ പറഞ്ഞായിരുന്നു, അതെങ്ങനെയാ തടസ്സം ഉണ്ടാക്കും. കാരണം തൊട്ട് മുകളിൽ പറഞ്ഞായിരുന്നു ഫയൻസഹുല്ലാഹു. പക്ഷെ അള്ളാഹു എന്ത് ചെയ്യും? ആത്യന്തികമായി ആ പിശാചിന്റെ ദൗത്യമല്ല വിജയിപ്പിക്കുക, അതൊരു താൽക്കാലികം മാത്രമായിരിക്കും. അതെന്താണ് ഇനി തൊട്ട് താഴത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ചില രോഗമുള്ള ആളുകൾ അതിൽ പെട്ടുപോകുന്നുണ്ടോ ഇല്ലയോ എന്ന് പഠിച്ചോൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യും? ആ നബിമാർ ഉദ്ദേശിച്ച് തന്നെ ലോകത്ത് നടപ്പിൽ വരുത്തുകയും ചെയ്യും. അപ്പോ ഇവിടെ എന്താ വല്ലതും ചോദിച്ചാണോ? അപ്പൊ ഇവിടെ ഇന്നലെ പറയാനൊരു സംഭവമാണ്, വമാ അർസൽനാ മിൻ ഖബലിക മിൻ റസൂലിൻ വലാ നബിയും. അവിടെ എടുത്തു പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബലിക, താങ്കൾക്കും നാം അയച്ചിട്ടില്ല, മിൻ റസൂലിൻ, ഒരു റസൂലിൽ നിന്നോ, വലാ നബിയിൻ, ഒരു നബിയിൽ നിന്നോ. ഈ രണ്ടാളുകൾക്കും എന്തുണ്ട്? ഇല്ല ഇതാ തമന്ന അൽക്ക ഷെയ്ത്താൻ, പിശാച് അവർക്കിടയിൽ കയറി മാക്സിമം പണി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് ഡിഫറെന്റ് ബിറ്റ്വീൻ റസൂൽ ആൻഡ് നബി? റസൂൽ ആരാണ്, നബി ആരാണ്? ഐഡിയ ഉണ്ടോ? ഇറങ്ങി. റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതൻ എന്നാണ് അർത്ഥം. അപ്പൊ നബി എന്ന് പറയുമ്പോൾ ദൃഢമനസ്കർ, നബിമാര്. ഓക്കെ, നമുക്ക് നോക്കാം. അംബിയ മുർസലീങ്ങൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നബി എന്ന് 1,25,000 പരം ഉണ്ടെന്നും കേട്ടിട്ടുണ്ട്. ഇത് ഇന്നിപ്പോ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കിയോളൂ. നബി എന്ന വാക്കിന്റെ ബഹുവചനമാണ് അംബിയ, നബിമാർ. മുർസലി എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ട നബിമാർ. അപ്പൊ ഈ സാധനം രണ്ട് ടൈപ്പ് ഉണ്ട്, റസൂൽ ഉണ്ട്, നബിയുണ്ട്. റസൂൽ എന്ന് പറയുന്നത് ഒരാൾ ഒരേ സമയത്ത് നബിയുമാണ് റസൂലുമാണ്. നബി എന്ന് പറയുന്നത് അയാൾ ഒരേ സമയത്ത് നബി മാത്രമായിരിക്കും, റസൂൽ അല്ല. ഒന്നുകൂടെ പറയാം, നബി എന്ന് പറയുന്നത് ഒരേ സമയത്ത് നബി മാത്രമായിരിക്കും. റസൂൽ എന്ന് പറയുന്നത് അദ്ദേഹം റസൂലുമായിരിക്കും. റെക്കോർഡിംഗ്, പക്ഷെ എത്രത്തോളം മുമ്പോട്ട് പോകുന്ന അറിയില്ല, കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. റെക്കോർഡിംഗ് ഓഫ് ആക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ടൈം കിട്ടും. രണ്ടുമാണ്. അപ്പൊ ഉദാഹരണം, ആദൻ നബി. ആദൻ നബി ഒരിക്കലും റസൂലല്ല, നബി മാത്രമാണ്. യൂസുഫ് നബി, അദ്ദേഹം റസൂലല്ല, നബി മാത്രമാണ്. പക്ഷെ ഈസാ നബി, മൂസാ നബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവർ നബിയുമാണ് റസൂലുമാണ്. അപ്പൊ എന്താ തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ നിങ്ങൾ പറഞ്ഞായിരുന്നു. വ്യത്യസ്തമായ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട്. ഓഫ് ചെയ്യേ. അപ്പൊ
വഹിയ മോജിസത്ത് എന്ന് പറയുമ്പോൾ അമാനുഷികത, അത് എല്ലാവർക്കും ഉണ്ട്, എല്ലാ നബിക്കും റസൂലിനും ഉണ്ട്. പിന്നെ യഥാർത്ഥ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ റസൂൽ എന്ന് പറയുന്ന ആൾ എപ്പോഴും ഒരു തലമുറ, ഒരു ജനതയിലേക്ക് പ്രത്യേകം ടാസ്ക് ഏൽപ്പിക്കപ്പെട്ട ആളായിരിക്കും. അതായത് ആ ഒരു ജനതയ്ക്ക് ജീവിക്കേണ്ടതായ വേദഗ്രന്ഥം, ബൈലോ, കാറ്റലോഗ്, അത് കൃത്യമായി റസൂലിന്റെ കയ്യിൽ കാണും. ആ റസൂല് അത് വെച്ചിട്ട് ജനങ്ങൾക്കിടയിൽ വിധിക്കുകയും ഹുക്കുമുകളും എല്ലാം വെച്ച് ജീവിക്കാൻ വേണ്ടി ഒരു മാർഗനിർദ്ദേശം, കാറ്റലോഗ് കൊടുക്കേണ്ടി വരും. പക്ഷെ നബി എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇങ്ങനത്തെ വേദഗ്രന്ഥങ്ങളും പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും കാണത്തില്ല. ഒരു നബി എപ്പോഴും എൻ്റർ ചെയ്യുന്നത് ഒരു റസൂലിന് ശേഷമായിരിക്കും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നൂഹ് നബി അലൈഹി ഇസ്ലാം, അദ്ദേഹം റസൂലാണ്. റസൂൽ എന്ന് പറയുന്ന എല്ലാവരും നബിമാരുമാണ്, റസൂലുമാണ്. ഇവര് വഹി സ്വീകരിക്കുന്നുണ്ട്. വഹീന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. അള്ളാഹു ആ ജനതയോട് എന്താണോ ചെയ്യാൻ കൽപ്പിക്കുന്നത് അത് വഹിയായിട്ടൊരു ടെക്സ്റ്റ് ബുക്ക് ആയിട്ട്, മീൻസ് ഒരു വേദഗ്രന്ഥമായിട്ട് തന്നെ ഇവർക്ക് കൊടുക്കും. ഇനി അതിനുശേഷം ആ റസൂൽ അവിടെ നിന്ന് മരണപ്പെട്ടു പോകും. ആ റസൂല് മരണപ്പെട്ടു പോയതിനു ശേഷം വീണ്ടും ആ തലമുറയിൽ, ആ ജനറേഷനിൽ, അല്ലെ അവരുടെ മക്കൾ അടുത്ത തലമുറയിൽ റസൂലുകൾ വന്നുകൊണ്ടേയിരിക്കും. റസൂലുകൾ വന്നിട്ട് നബിമാര് വന്നുകൊണ്ടേയിരിക്കും. നബിമാര് വരുന്നത് അവർക്ക് മുമ്പ് വന്ന റസൂല് എന്താണോ പറഞ്ഞത് അത് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അവർക്ക് പ്രത്യേകിച്ച് വേദഗ്രന്ഥമൊന്നും കാണത്തില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം, യാക്കൂബ് നബി, പിന്നെ ദാവൂദ്, മൂസാ നബിക്ക് മുമ്പ് വരെയുള്ള ആ ഈജിപ്തിൽ വന്ന പ്രവാചകന്മാരൊക്കെ മുമ്പ് വന്ന റസൂലിനെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. മുമ്പ് വന്ന റസൂൽ ആരാണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ്. ഇബ്രാഹിം നബിക്ക് ഏടുകൾ എന്നാണ് ഇബ്രാഹിം നബിയുടെ ഏടുകൾ എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ വേദഗ്രന്ഥത്തിന്റെ സ്വഭാവം എന്താണോ, പേരെന്താണോ, ലാംഗ്വേജ് എന്താണോ നമുക്ക് ഹദീസിൽ പറഞ്ഞു തന്നിട്ടില്ല. അപ്പം ഈ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ വേദഗ്രന്ഥത്തിന്റെ നിയമങ്ങളാണ് ഈ ബാക്കി പ്രവാചകന്മാര് വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും ഒരു സമൂഹം ഒരു റസൂലിന്റെ അധ്യാപനത്തെ മറക്കുമ്പോൾ ആ ജനതയ്ക്ക് നിയമം അല്ലാഹ് മാറ്റുന്നില്ല, പക്ഷേ ഉപദേഷ്ടാവിനെ വീണ്ടും വീണ്ടും നൽകിക്കൊണ്ടേയിരിക്കും. അവർ വന്ന് വീണ്ടും, കാരണം അവിടുത്തെ മതപണ്ഡിതന്മാരും പുരോഹിതന്മാരും ആ വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാന നിയമത്തെ തന്നെ മാറ്റി മറിച്ച് മറ്റൊരു നിയമത്തിൽ ജനങ്ങളെ കൊണ്ടുപോകുമ്പോൾ ഒരു നബിയുടെ ആവശ്യം വീണ്ടും അതിനെ ഇടയ്ക്കൊരു കോള് വന്ന് നശിപ്പിച്ചോണ്ട. ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പോഴും ക്ലിയർ അല്ലേ? എവിടെ മുതലാ പറയണ്ടേ? ഓക്കെ 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 ആ ആ ആശയം കിട്ടിയല്ലോ. അപ്പോ ആ ജനങ്ങള് അതിനെ വിട്ടിട്ട് പൗരോഹിത്യം അതിനെ തിരിച്ചു മറിക്കുമ്പോ അള്ളാഹു വീണ്ടും ഇതില്ല, അടിമുടി അതിനെ ആ നിയമങ്ങളെ മാറ്റുന്നില്ല, മറിച്ച് പകരം മറ്റൊരു നബിയെ കൊണ്ടുവന്നിട്ട് ഈ നബി പഴയ ആ റസൂൽ എന്താണോ പറഞ്ഞത് അതിനെ തന്നെ വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യും അവിടെ. അങ്ങനെ പോകും. പക്ഷെ ആ ജനത പരമാവധി അഹങ്കാരത്തിന്റെ മുൾമുനയിലെത്തി കഴിയുമ്പോൾ അള്ളാഹ് എന്ത് ചെയ്യുന്നു? സിവിലൈസേഷൻ, നമ്മൾ മുമ്പ് പഠിച്ചില്ലേ, ഒരു സമൂഹത്തെ തുടച്ചു നീക്കുക. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ വീണ്ടും അടുത്ത ജനതയ്ക്ക് അല്പം മാറ്റത്തിരുത്തലോടുകൂടി പുതിയ വേദഗ്രന്ഥവുമായിട്ട് പ്രവാചകൻ വരും. ഈ വരുന്ന പ്രവാചകൻ ഒരിക്കലും നബി ആയിരിക്കില്ല, അത് റസൂലായിരിക്കും. അപ്പൊ റസൂലിന്റെ കയ്യിൽ എന്ത് കാണും? എപ്പോഴും വേദഗ്രന്ഥം കാണും. നബിയുടെ കയ്യിൽ ഒരിക്കലും വേദഗ്രന്ഥം കാണുകയില്ല. നബിയും റസൂലും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താ? വേദഗ്രന്ഥം ഉണ്ട് ഇല്ല എന്നുള്ളതാണ്. രണ്ടുപേർക്കും വഹി കിട്ടുന്നുണ്ട്. പക്ഷേ റസൂലിന്റെ എപ്പോഴും നിയമനിർദ്ദേശങ്ങൾ പഠിപ്പിക്കാനുള്ള വഹിയാണെങ്കിൽ നബിക്ക് കിട്ടുന്ന വഹിയെ അദ്ദേഹവും ഇപ്പൊ യൗക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് വഹി കിട്ടുന്നുണ്ട്. യൂസുഫ് നബീനെ പറ്റിയൊക്കെ പല സ്വപ്ന വ്യാഖ്യാനങ്ങളും പലതും കിട്ടുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ, പുതുതായിട്ട് ജനങ്ങളെ എന്ത് പഠിപ്പിക്കണമെന്ന് കിട്ടുന്നില്ല, കാരണം ഓൾറെഡി അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ പഠിച്ചവൻ രണ്ടെണ്ണത്തിനെ മെൻഷൻ ചെയ്തു, മീൻ കബലിക്ക മീൻ റസൂൽ, റസൂലും വല നബിയും. ഈ രണ്ടു പേർക്കിടയിലും ആരാണ് കയറി കളിക്കുന്നത്? പിശാച് കയറി കളിക്കും. അവരുടെ ആഗ്രഹങ്ങളെ, അവരുടെ അധ്യാപനങ്ങളെ ലോകത്ത് വ്യാപിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇടയിൽ പിശാച് വരും. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരേ സമയം നബിയുമാണ് റസൂലുമാണ്. ഈസാ നബി അലൈഹി ഇസ്ലാം
ഒരേ സമയം നബിയുമാണ് റസൂലുമാണ്. കാരണം എന്താ? വേദഗ്രന്ഥമുണ്ട്. മൂസാ നബി നബിയുമാണ് റസൂലുമാണ്. കാരണം തൗറാത്തുണ്ട്. പിന്നെ ദാവൂദ് നബി ഒരേ സമയം നബിയുമാണ് റസൂലുമാണ്. കാരണം ഏതാ? സങ്കീർത്തനം, സബൂറുണ്ട്. ഇല്ല, ഏടുകൾ സുഹുഫി ഇബ്രാഹിം വ മൂസ. സൂറത്തുൽ അഅലയുടെ അവസാനം പറയുന്നുണ്ട്, ഇബ്രാഹിമിനും മൂസയ്ക്കും നാം സുഹുഫ് നൽകി. സുഹുഫ് എന്ന് പറഞ്ഞാൽ ഏടെന്നാ പറഞ്ഞത്. എന്നാൽ അതേ സമയം എന്നാൽ അതിന്റെ ഇടയ്ക്ക് വന്ന പ്രവാചകന്മാര് ഞാൻ നേരത്തെ പറഞ്ഞ യാക്കൂബ്, യൂസുഫ്, യൂനിസ്, ഇദ്രീസ്, അതുപോലത്തെ ഇടയിലുള്ള ആളുകളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ നമ്മളോട് പറയപ്പെടാത്ത ഒരുപാട് പ്രവാചകന്മാര് ഇതിനിടയിൽ വന്നു പോയിട്ടുണ്ട്. ഈ ഇന്ത്യയിലൊക്കെ വന്നു പോയിട്ടുണ്ടാവാം, പക്ഷെ നമുക്കൊന്നും ഖുറാനിൽ മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് അറിയില്ല. ഓട്ടെ ഓട്ടെ. അപ്പൊ ആ ആയത്ത് കഴിഞ്ഞു. ഇനി 53-ാമത്തെ ആയത്ത്. ഉം, ഉം. അല്ല, ആ പറയുന്നത് ഉലുൽ അസ്മ എന്ന് പറഞ്ഞ, അതായത് റസൂലും നബി നമ്മൾ വ്യത്യാസം പറഞ്ഞു. ഈ പറയുന്ന 5 ആളുകൾ ഒരേ സമയം റസൂലുമാണ് നബിയുമാണ്. അതിന്റെ കാരണം ഇപ്പൊ പറഞ്ഞു. ഇനി ഉലുൽ അസ്മ എന്ന് പേരെടുത്തു പറഞ്ഞ ആളുകളാണ് ഇപ്പൊ 5 പേര് പറഞ്ഞത്. ഉലുൽ അസ്മ എന്ന് പറഞ്ഞാൽ ദൃഢബോധത്തിന്റെ ആള്, ദൃഢമനസ്കതയുള്ള ആളുകൾ. കാരണം ഇവര് സമൂഹത്തില് ഒരുപാട് ത്യാഗവും കഷ്ടപ്പാടും അനുഭവിക്കേണ്ടിയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച്. അതുകൊണ്ടാണ് ഇവർക്ക് പ്രത്യേകിച്ച് ഉലുൽ അസ്മ എന്ന് പറഞ്ഞത്. ഓരോരുത്തരുടെയും ചരിത്രം പറയുമ്പോൾ നമുക്കത് ഉലുൽ അസ്മ എങ്ങനെയായെന്ന് മനസ്സിലാവും. ഇനി 53-ലോട്ട്. ഇപ്പൊ 52-ൽ പറഞ്ഞു വെച്ച എന്താണ്? പിശാജ് വന്ന് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അള്ളാഹു അതിനെ അധികം നാൾ നിലനിർത്തത്തില്ല, എടുത്തു മാറ്റും. എന്നാൽ 53-ൽ പറയുന്നത് എന്തിനു വേണ്ടിയാണ് പടച്ചവൻ ഇങ്ങനെ ചെയ്യുന്നത്? അള്ളാഹ് ഇങ്ങനെ ചെയ്യാതിരുന്ന പോരെ? പിശാചിനെ ഒന്നും വിടാതെ നബിമാര് പറയുന്ന ജനങ്ങൾക്ക് ഇങ്ങനെ എത്തിച്ചു കൊടുക്കുക, അവരനുസരിക്കാൻ പോയ പോരെ? അല്ല, അള്ളാഹ് ഇങ്ങനെ ചെയ്യുന്ന പിശാജ് ഇങ്ങനെ ഈ നബിമാര് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം വ്യാപിക്കുന്നതിന്റെ ഇടയിൽ കയറി നിന്ന് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കാരണം ഫിത്നത്തൻ ലില്ലദീന. ഫിത്ന എന്ന് പറഞ്ഞാൽ എന്താ? ഫിത്ന കുഴപ്പം, പരീക്ഷണം എന്നാണ് വാക്കിന്റെ അർത്ഥം. പരീക്ഷണം. ഫിത്നത്തൻ ഒരു പരീക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ ഫിത്ന എന്ന് പറഞ്ഞാൽ കുഴപ്പം എന്ന് തന്നെ അർത്ഥം വെക്കാം. യഥാർത്ഥത്തിൽ ഫിത്ന എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സ്വർണം തീയിലിട്ടിട്ട് അതിന്റെ ക്ലാവ് കളഞ്ഞിട്ട് സ്വർണത്തെയും ചെളിയെയും വേർതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ഫിത്ന എന്ന് അറബി പറയുക. അപ്പൊ ഇവിടെ ഒരു ഫിത്ന ഉണ്ടാക്കുന്നുണ്ട്. എന്താണ്? ലില്ലദീന ഫീ ഖുലൂബിഹിം മറദ്, ഹൃദയത്തിൽ രോഗമുള്ള ആളുകളെ ഇതിനകത്ത് വേർതിരിച്ചറിയാൻ വേണ്ടി. വൽ കാസിയത്തി കുലൂബും, കാസിയത്തി കുലൂബ് എന്ന് പറഞ്ഞാലും രോഗമുള്ള ഹൃദയം എന്ന് തന്നെയാണ്. കാരണം ഒരു വിഭാഗം ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ വയ്ക്കുമ്പം അവര് അതിന്റെ പിന്നാലെ കൂടും, അല്ലെ? പൊതുജനം എപ്പോഴും അങ്ങനെയാണ്. നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ കൂട്ടത്തിൽ വരുമ്പോൾ കുറെ ആളുകൾ ഒന്നും വിചാരിക്കുക, നെഗറ്റീവ് പബ്ലിസിറ്റി തന്നെ പോകും. വേറെ ചില ആളുകൾ പെട്ടെന്ന് ചാടിക്കറി വിശ്വസിക്കൂല, അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കും, പഠിക്കും. അങ്ങനെ 2 ടൈപ്പ് ആയിരിക്കും ജനങ്ങൾ. ഈ 2 ടൈപ്പ് സ്വഭാവം അള്ളാഹുവിന്റെ വേദഗ്രന്ഥം വെച്ച് പ്രവാചകന്മാർ ലോകത്തോട് ഇസ്ലാമിനെ പറയുമ്പോഴും പിശാച് കേട്ടിട്ട് പറയും ഇവൻ ഭ്രാന്തനാണ്, ഇവൻ സ്വാഹിറാണ്, മന്ത്രവാദിയാണ്, ഇവൻ കൈകൊണ്ട് എഴുതിയതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറഞ്ഞത്. ജനങ്ങളിലും പിശാചും അല്ലാതെയുണ്ട്. ഈ 2 ടൈപ്പായിട്ട് പിശാച് കിടന്ന് കറങ്ങുമ്പോൾ കുറെ ആളുകൾ അതിന്റെ ഫോളോവേഴ്സായി മാറും. അങ്ങനെ അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, അവർ പ്രത്യേകം ചാനലുകൾ ഉണ്ടാക്കി ഈ ഇസ്ലാം വ്യാപിക്കുന്നതിന്റെ ഇടയിൽ നിന്ന് വിഷയങ്ങൾ ഉണ്ടാക്കും. അതാണ് മുആജിസീങ്ങൾ എന്ന് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞത്. ഇസ്ലാം അവർ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, വിശ്വസിക്കുന്നവരെ തടുക്കുക കൂടി ചെയ്യും. അപ്പൊ ഇതൊക്കെ സംഭവിക്കാനുള്ള കാരണം സൂറത്തുൽ അറാഫിൽ പിശാജിന്റെ ദൗത്യം എന്താണെന്ന് കൃത്യമായിട്ട് അള്ളാഹുവിനോട് പിശാജ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് അറാഫ് പഠിക്കുന്ന നാളിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് യോഗ കൊണ്ടേ പഠിക്കാം.
ആ ഒരു മനുഷ്യന്റെ 4 സറൗണ്ടിങ്ങിലൂടെ ഒരു പിശാച് വരുന്നതിന്റെ ഒരു പ്രായോഗിക രൂപമാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇവിടെ പാവം ആരാണ് പെട്ടുപോകുന്നത്? ആരാണ് പെട്ടുപോകുന്നത്? ആരാ പെട്ടുപോകുന്നത്? എല്ലാ ജനങ്ങളും പെട്ടുപോകുന്നില്ല. അത് തന്നെ. അതിന് ഖുർആൻ ഒരു പേരിട്ടിട്ടുണ്ട്, ഫീ കുലൂബിഹിം മറദുൻ വൽ കാസിയത്തി കുലൂബുഹും. കാസിയത്തി കുലൂബും കുലൂബുഹും മറദും. കുലൂബുഹിം മറദും കാസിയത്തി കുലൂബിഹിം. ഈ 2 ടൈപ്പ് കൽബുള്ള മൈൻഡുള്ള ആളുകളാണ് എപ്പോഴും പെട്ടുപോകുന്നത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ ഹൃദയ രോഗം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെതിരെ ഇപ്പൊ ഖുർആൻ ഒരു മനുഷ്യൻ കൈകൊണ്ട് എഴുതിയതാണ്. കാരണം ചില സംഗതികളൊന്നും നമുക്ക് ലോജിക്കലി അതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഈ ആരിഫ്, ജബ്ബാർ, ജാമിദാനെ പോലുള്ള ഐറ്റംസ് ഒക്കെ ഇരുന്ന് ഇങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ അവര് പറയുന്നത് ശരിയാണ്. എന്നാൽ ഖുർആന്റെ പലതും കൊണ്ടും ഈ പ്രപഞ്ചത്തിന്റെ പല ആയാത്തുകളും കൊണ്ടും അള്ളാനെ നമ്മൾ തെളിഞ്ഞവരാണ്, അള്ളാനെ മനസ്സിലാക്കിയവരാണ്. എന്നാൽ എൻ്റെ പരിമിതിക്കകത്ത് ചില കാര്യങ്ങൾ എനിക്ക് ഇസ്ലാമിന്റെ മനസ്സിലാകുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അങ്ങനത്തെ തശാബഹത്തിൽ കുലൂബ്, ഹൃദയങ്ങൾക്ക് സംശയം ഉണ്ടാകുന്ന സംഗതിയെ എടുത്തു വെച്ചിട്ട് സൂറത്ത് ആൽ ഇമ്രാന്റെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ട്, സംസാരിക്കും. ഇപ്പൊ ഉദാഹരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 11 വിവാഹങ്ങൾ. നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇത്രയും വിവാഹങ്ങളില്ല. എല്ലാത്തിനും ഇസ്ലാം 4 എണ്ണത്തി അത് സോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തന്റെ ഹസ്ബൻഡ് ഒരു വിവാഹം കഴിക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം. അതിൽ കൂടുതൽ ആ പെണ്ണിനെ കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു പരീക്ഷണമാണ്. അള്ളാഹു എന്തിന് 4 എണ്ണം വെച്ചു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് എന്തിന് 11 എണ്ണം കഴിപ്പിച്ചു? ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ പ്രായം. അപ്പൊ ഇത് അന്നത്തെ അറേബ്യയിലെ കൺസെപ്റ്റും ഇന്നത്തെ നമ്മുടെ 2026 ഒക്കെ തമ്മിൽ ഒരുപാട് ചേഞ്ചുകളുണ്ട്. അപ്പൊ ഇത്തരം വിഷയങ്ങളെ എടുത്തു വെച്ചിട്ട് ഒരു വലിയ വിഷയമായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഈ കുലൂബിഹിം മറന്നും കാസിയത്ത് കുലൂബും ഉള്ള ഒരുപാട് ആളുകൾ നമുക്കിടയിൽ പോലും ഇരിപ്പുണ്ട്. അവരെന്ത് ചെയ്യും? ടക്കെന്ന് പറഞ്ഞ് അതിനെ കയറി പിടിക്കും. അങ്ങനെ അവരിൽ നിന്നും ഈ ഇസ്ലാം വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അത് പിശാചിന്റെ ഏറ്റവും വലിയ സംഭവം. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് ജെൻഡർ ന്യൂട്രാലിറ്റി, ഫെമിനിസം, ലിബറലിസം, ഇതൊക്കെ നമ്മൾ ലോജിക്കലി നോക്കുമ്പോൾ ശരിയാണെന്ന് ഓർക്കും. ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊക്കെ പറയുമ്പം എന്താണ്? എല്ലാവരും ഒരുപോലെ, ജാതി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്ക് അവരുടെ റൈറ്റ്സ് എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിരിക്കണം. ആണിനും കൂടാൻ പറ്റത്തില്ല, പെണ്ണിനും കൂടാൻ പറ്റത്തില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ആശയങ്ങൾ, വിഷയം വഴിതെറ്റിച്ച് വിടരുത്, ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നുള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള ആശയങ്ങൾ കോളേജുകളിലും പൊതുവേദികളിലും നടപ്പിലാക്കണം. ക്ലാസ് റൂമിലൊക്കെ ഒരുപോലെ ഇരിക്കണം. സെപ്പറേറ്റ് ആക്കാൻ പാടില്ല. ഡ്രസ് കോഡ് പോലും സ്ത്രീക്ക് വേറെ പുരുഷന് വേറെ ആക്കാൻ പാടില്ല. ഇങ്ങനെ വരുമ്പം ശരിയല്ലേ? ശരിയാണല്ലോ, ഇവർ പറയുന്നത് ശരിയാണല്ലോ, ശരിയാ. ഇവർ പറയുന്ന അവകാശങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പൊ ഖുർആനോട് പറയുമ്പോൾ അർ-റിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ കൂടുതൽ കൗവാമീങ്ങളാണ്. അതിന് പല അർത്ഥമുണ്ട്. പ്രായോഗിക ശേഷിന്നോ കൂവത്തെന്നോ ഒക്കെ നമുക്ക് അർത്ഥം വയ്ക്കാം. ഇങ്ങനെയുണ്ട്. അതേപോലെ സ്ത്രീകൾ പുരുഷന്മാരുടെ എന്താണ്? ഹർസാണ്, കൃഷിസ്ഥലമാണ്. ഈ ആയത്തിനൊക്കെ ഒരുപാട് മനോഹരമായ വ്യാഖ്യാനമുണ്ട്. അതിന്റെ പർപ്പസ് പോലും ഇവർ ഉദ്ദേശിക്കുന്നതല്ല. അപ്പൊ ഇത്തരത്തിലുള്ള ആയത്തുകളെ എടുത്തു വെച്ചിട്ട് ഇതിനെയും വെച്ചിട്ട് പറയും ഇസ്ലാം ഏറ്റവും കൂടുതൽ സ്ത്രീകളെ അടിച്ചമർത്തുകയും അടുക്കളയിലിട്ട് ചവിട്ടിക്കൂട്ടി ഒതുക്കുകയും സ്വാതന്ത്ര്യം നശിപ്പിക്കുന്ന മതമാണ്. അപ്പൊ ഇവിടെ നടത്തപ്പെടേണ്ടത് ജെൻഡർ ന്യൂട്രാലിറ്റിയാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഖുർആൻ നല്ലതുപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കാൻ അവസരം കിട്ടാത്തതും മനസ്സിലാക്കുന്നതുമായ ആളുകൾ, അവർക്കുള്ളിൽ ഒരു നീതിബോധം പൊട്ടിമുളയ്ക്കും. എന്നിട്ട് അവർ ഈ സുംബ ഡാൻസും ഇതിന്റെയൊക്കെ പിന്നിലെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കും. യഥാർത്ഥത്തിൽ പിശാചിന്റെ ഫിത്നയാണ്. അവർ കാസിയത്തി കുലൂബും ഫീ കുലൂബിഹിം മറദിന്റെയും വക്താക്കള്. നമ്മൾ അങ്ങനെ ചിലപ്പോൾ ആയി മാറും. അവിടെ നമ്മൾ ചെയ്യാനുള്ളത് കാര്യങ്ങളെ വ്യക്തമായി പഠിക്കുക. അള്ളാഹ് എന്താണ് ഉദ്ദേശിച്ചത് ആദ്യം ഇത്രയും പഠിക്കണം. അള്ളാഹുവിനെ ഒരാൾക്ക് മനസ്സിലായി, അള്ളാഹ് നീതിമാനാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഒരു പെണ്ണിനോടും അനീതി പറയില്ല, ഒരു പുരുഷനെയും അനീതി ചെയ്യില്ല. എല്ലാവരെയും പഠിച്ചവൻ അതിൻ്റെതായ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത് എൻ്റെ തോട്ട് പ്രോസസ്സിന്റെ പ്രശ്നമാണ്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയതിന്റെ പ്രശ്നമാണ്. അപ്പോ എനിക്ക് ഈ വിഷയത്തിൽ കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. ഇനി ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ പറയാം. അപ്പൊ ആയത്തിന് മുമ്പോട്ട് പോക്ക് നടക്കൂല.
പുരുഷന്മാർ സ്ത്രീകൾ പുരുഷന്മാരുടെ കൃഷിസ്ഥലമാണെന്നുള്ളൊരു ആയത്ത് ഞാൻ യൂട്യൂബിൽ കുറെ മറുപടി കൊടുത്ത ജാമിദാക്ക്. അതിനെ വെച്ച് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ കൃഷിസ്ഥലത്തിനോട് ഉപമിച്ചിരിക്കുകയാണ്. ഒരു പുരുഷന് തോന്നിയതുപോലെ പൂണ്ടു വിളയാടാം ഒരു സ്ത്രീയുടെ അടുത്ത്. അപ്പൊ ഇത് ശരിയാണ്. അടിമത്തം അനുഭവിക്കുന്ന ഭർത്താക്കന്മാരുടെ കയ്യിൽ നിന്ന് പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളൊക്കെ പെട്ടെന്നിലേക്ക് എന്താണ് അതിന്റെ അപ്രോച്ച്, അതിലോട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ശരിയാകും. യഥാർത്ഥത്തിൽ എന്താണ് ഖുർആൻ അവിടെ പറഞ്ഞത്? നിസാഉക്കും ഹർസുല്ലക്കും. നിസാഉക്കും, ഞാനിത് മൂവാറ്റുപുഴ ഖുർആൻ ക്ലാസ്സിൽ വിഷയം വിശദീകരിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിസാഉക്കും ഹർസുല്ലക്കും, സ്ത്രീകൾ നിങ്ങൾക്കുള്ള കൃഷിസ്ഥലം എന്ന് പറഞ്ഞപ്പോൾ എത്ര നല്ല ഉപമയാണെന്നറിയാം അള്ളാഹു അവിടെ പറഞ്ഞത്. കാരണം എന്താണ് കൃഷിസ്ഥലം എന്ന് പറഞ്ഞത്? കൃഷിസ്ഥലം എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഏരിയ എന്നാണ്. അതായത് ഒരു വിവാഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതം സമാധാനപരമായി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി സക്കീനത്തോടു കൂടി ജീവിക്കലാണ് വിവാഹത്തിന്റെ ബേസിക് ലക്ഷ്യം എന്ന് പറയുന്നത്, പർപ്പസ്. ഇത് നടന്നിട്ടില്ല എങ്കിൽ അത് വിവാഹമായിട്ട് പോലും പരിഗണിക്കാൻ പറ്റത്തില്ല. കാരണം മവദ്ദത്തം വ സക്കീനത്തം വ റഹ്മത്തൻ, ഇതെല്ലാമാണ് വിവാഹത്തിന്റെ ലക്ഷ്യം. അപ്പൊ തന്നെ നമ്മൾ കണ്ടെത്തുന്ന പുരുഷൻ, കണ്ടെത്തുന്ന സ്ത്രീ എന്ന് പറയുന്നത് അവർക്കിടയിൽ വിവാഹം കഴിച്ചതിലൂടെ സക്കീനത്താണ് ഉണ്ടാവേണ്ടത്, സമാധാനപരമായ ജീവിതം. ഇത് ഉണ്ടായില്ല എങ്കിൽ യഥാർത്ഥ വിവാഹത്തിന്റെ ലക്ഷ്യം അവിടെ നടന്നിട്ടില്ല. അപ്പൊ അതിന്റെ കാരണം ആ മനുഷ്യൻ കണ്ടെത്തിയ ഇണ കണ്ടെത്തി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹു പറഞ്ഞ 4 കാര്യങ്ങളെ പരിഗണിക്കാതെ സ്വന്തം ഇഷ്ടത്തിൽ പോയി തലവെച്ച് കൊടുത്തിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ അവർക്ക് അനുഭവിക്കുന്നത്. അള്ളാഹ് പറഞ്ഞ ആ 4 റസൂൽ പറഞ്ഞ വിവാഹത്തിന്റെ എന്താണ് എന്താ പറയുക, ക്രൈറ്റീരിയ പാലിച്ചുകൊണ്ടാണ് അവൻ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അവന്റെ ഒന്നാമത്തെ പ്രശ്നം മാറിയനെ. ഇനി 2, അവൻ വിവാഹം കഴിച്ചു കഴിഞ്ഞ് അവന്റെ സമാധാനം എന്ന ലക്ഷ്യത്തിന് അപ്പുറത്തേക്ക് മനുഷ്യ തലമുറയെ വളർത്തലാണ്, മക്കളെ പരമാവധി പ്രസവിക്കലാണ്. സ്വാലിഹീങ്ങളായ മുത്തക്കികളായ ആളുകൾ, ഹാഫിളീങ്ങളും ആലിമീങ്ങളുമായ ഇസ്ലാമിന് പ്രയോജനപ്രദമായ കുഞ്ഞുങ്ങളെ അതിലൂടെ മുൻപോട്ട് പോകലാണ്. അപ്പൊ അവിടെ അണുകുടുംബം എന്നൊരു സാധനം കടന്നു വരുന്നു. എന്താണ്? ഇക്കണക്കിന് പോയി ഇന്ത്യയുടെ ജനസംഖ്യ ഉയരും, കൂടുതൽ ദരിദ്രരായി പോകും മനുഷ്യർ. അപ്പൊ ഇത്തരത്തിലുള്ള എടുക്കേണ്ട പണികളെ മനുഷ്യനെടുക്കും. അള്ളാഹ്ക്കറിയാൻ വല്ല എത്ര മനുഷ്യരുണ്ടായി അവർക്കുള്ള ഫുഡും. ഹുവല്ലദീ ഖലഖലക്കും മാഫിൽ അർദി ജമീഅ, ഈ ഭൂമി മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാ. എത്ര മനുഷ്യരുണ്ടായാലും അവന്റെ റിസ്ക് ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടുത്തെ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സോ മനുഷ്യാവകാശ കമ്മീഷനോ ഒന്നും അല്ല. ആണോ? മനുഷ്യാവകാശ കമ്മീഷനാണോ ഇവിടുത്തെ മനുഷ്യരുടെ റിസ്ക്കിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്? അല്ല, അല്ല, അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹ്ക്കറിയാം. അതിനൊരു എക്സാമ്പിൾ, കാട്ടില് മാന്, സിംഹം, പശു, ഇതൊക്കെ ഉണ്ടാകുന്നത്. ഇതിനകത്ത് പോയി ഇവർ ആരെങ്കിലും കൈ കടത്തുന്നുണ്ടോ? ഒരു എന്താ പറയാ, മാനിനോടും ആടിനോടും വന്യമൃഗങ്ങളോട് പറയാം, നിങ്ങൾ അണുകുടുംബം നടത്തണം കേട്ടോ, പരമാവധി കുഞ്ഞുങ്ങളെ കുറച്ചേ പ്രസവിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാണോ? അല്ല. എന്നിട്ട് അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അള്ളാഹ്ക്കറിയാം എത്ര എണ്ണം പ്രൊഡക്ഷൻ നടക്കണം. അത് ഓവർ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിനിടെ ബാലൻസ്ഡ് ആവണം. ഇതിന് ബയോളജിയിലെ ഭക്ഷ്യ ശൃംഖല എന്ന് പറയുന്ന ഒരു ഫുഡ് ചെയിൻ പഠിച്ചാൽ മതി. ഓവറായിട്ട് പുല്ല് വളരാൻ പഠിച്ചാൽ സമ്മതിക്കൂല. കാരണം ഓവറായിട്ട് പുല്ല് വളർന്നു കഴിഞ്ഞാൽ പുൽച്ചാടികൾ പോലുള്ള ആ പുല്ലുമായിട്ട് ബന്ധപ്പെട്ട സാധനം കൂടുതൽ ഇതാകും, വർദ്ധിക്കും. അപ്പം ഈ പുല്ലിനെ ഓവറായിട്ട് ഈ പുല്ലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പഠിച്ചത് എന്ത് ചെയ്യും? സസ്യബുക്കിനെ കൊണ്ട് അവിടെ ഇടും. അപ്പൊ പുല്ല് ഓവറായിട്ട് വളരുന്ന ബാലൻസ് ചെയ്യും. സസ്യബുക്കുകളായ ആട്, മാന്, ആ തരത്തിലുള്ള പശു പോലത്തെ സാധനങ്ങളെ ഓവറായിട്ട് വളരാൻ സമ്മതിക്കില്ല. പുല്ല് ഓവറായിട്ട് വളരുമ്പോൾ ഓവറായിട്ട് തിന്നും. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവിടെ മാംസബുക്കുകളായ സിംഹം, കടുവ, പുലി പോലത്തെ സാധനത്തിനെ കൊണ്ട് അവിടെ ഇടും. അപ്പൊ ഇതവിടെ തിന്ന് പോകും. ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന വിഷയത്തിലാണെങ്കിൽ ഒരു സിംഹം പ്രസവിക്കുമ്പം ഈ 8ഉം 10ഉം സിംഹ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. ഒരു 3 കുഞ്ഞുങ്ങളെ ഉണ്ടായാൽ തന്നെ 2 എണ്ണം ചത്തുപോകും സർവൈവ് ചെയ്യുമ്പം. ഒരെണ്ണമൊക്കെ ഉള്ളൂ ജീവിച്ച് വരത്തുള്ളൂ. അതേസമയത്ത് ഒരു ആടോ മാനോ പശുവോ ഒക്കെ പ്രസവിച്ച 4 കുഞ്ഞുങ്ങളും എബോവ് ഉണ്ടാകും. എന്തുകൊണ്ടാ? ഇത്രയും കുഞ്ഞുങ്ങള്. പിന്നെ ഇതിന് ഗർഭകാലവും വ്യത്യാസമുണ്ട്. ഗർഭത്തിന്റെ ഡ്യൂറേഷൻ ചിലത് 8 മാസമാണ്, ചിലത് 12 മാസമായിരിക്കും, ചിലത് 4 മാസമായിരിക്കും. കോഴിക്ക് കുറച്ചേ ഉള്ളൂ. ഇതെന്താന്ന് ചോദിച്ചാല് പെട്ടെന്ന് തന്നെ പ്രൊഡക്ഷൻ നടന്നിട്ട് ഈ പുല്ലുകളൊക്കെ തിന്ന് ബാലൻസ് ചെയ്ത് ഇങ്ങനെ വരണം. കാരണം ഒരു സിംഹ കുഞ്ഞിന് പ്രസവിക്കാൻ ഒരുപാട് ടൈം എടുക്കുമ്പം അതിന് അത്രയും നാളും എന്ത് ചെയ്യേണ്ടി വരും?
ഇതിനെ തിന്നേണ്ടി വരും, ഈ സസ്യഭുക്കുകളായ ആടിനെയും മാനിനെയും. അപ്പൊ സസ്യഭുക്കളായ ആടുകളും മാനും പെട്ടെന്ന് ഉണ്ടാകുമ്പോൾ അതിന്റെ ഗർഭകാലം കുറച്ചു. ഇങ്ങനെ അള്ളാഹു കൃത്യമായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുക. കടലിലെ ഒരു തിമിംഗലം എന്ന് പറയുന്നത് ഒരു നേരം 1.5 ടൺ 1500 കിലോ മത്സ്യം വേണം ഒരു നീലത്തിമിംഗലത്തിന് കഴിക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ എത്ര നീലത്തിമിംഗലം കടലിലുണ്ട്. അപ്പൊ എത്രയോ അതിന് ഒരു ദിവസം 2 നേരം ഫുഡ് കഴിക്കണമെങ്കിൽ 3 ടണ്ണ് ഒരു തിമിംഗലത്തിന് മാത്രം ചെറുമീനുകളെ തിന്നേണ്ടി വരും. അത് മാത്രമല്ല, ഇവിടെ മനുഷ്യന്മാർക്ക് കരയിൽ കയറി വന്ന് നമുക്ക് നല്ല മത്തി പൊരിച്ചതും അയല പൊരിച്ചതും കഴിക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ അള്ളാഹ്ക്കറിയാം. അതിനിടയിൽ വേറെ ചെറിയ ചെറിയ മീനുകളുണ്ട്, സ്രാവ് പോലുള്ള. എല്ലാത്തിനെയും ഇങ്ങനെ ബാലൻസ് ചെയ്താണ് പടച്ചവൻ കൊണ്ടുവന്നത്. അപ്പൊ ഈ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാതെ ഈ അള്ളാഹുവിന്റെ എന്ന വിഷയം ഫോൺ വിൽ ഷട്ട് ഡൗൺ നൗ. അപ്പോ നമ്മള് എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? എവിടെ എത്തിയപ്പോഴാ സ്റ്റോപ്പ് ചെയ്തേ? ഓക്കെ എനിക്ക് കിട്ടി. ഭക്ഷ്യശൃംഖലയെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരുന്നത്. അള്ളാഹു കൃത്യമായിട്ടും ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്ത് നടത്തുന്ന പോലെ നടത്തുന്നുണ്ട്. അപ്പോഴും ഇവിടെ അണുകുടുംബം എന്ന് പറഞ്ഞ് കുറെ ആളുകൾ നടക്കുകയാണ്. ചെറിയ സോഷ്യൽ വർക്കേഴ്സ്, മനുഷ്യാവകാശ കമ്മീഷൻസ് ഒക്കെ, അങ്ങനത്തെ ആ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ. എന്താ, കൂടുതൽ കുട്ടികൾ ഉണ്ടായി ജനസംഖ്യ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ അത് ബാധിക്കുകയും അങ്ങനെ മൊത്തത്തിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവുകയും ചെയ്യും. ഇത് ശരിയാണോ? നിങ്ങൾ പറ, ശരിയാണോ? അപ്പം ഈ വിഷയത്തെ കുറിച്ച് ഞാൻ ഈ പറയുന്ന രീതി ഇത്രയും ഗഹനമായിട്ട് അള്ളാഹുവിന്റെ ഈ റാസിഖ് എന്ന നാമം പഠിക്കാതെ മനസ്സിലാക്കാതെ ഇവര് പറയുന്നതിനെ അതേപടി വിഴുങ്ങുന്ന കുറെ പുരോഗതിയുടെ ആളുകൾ എന്ന് വിളിക്കുന്ന മുസ്ലിമീങ്ങൾ നമുക്കിടയിലുണ്ട്. അവർ ഈ കാസിയത്തി കുലൂബും ഫീ കുലൂബിയും മറന്നും എന്ന ആ പ്രയോഗത്തിന്റെ അണ്ടറിൽ അവർ വരും. കാരണം അവരും അണുകുടുംബം നടത്തുക, കുഞ്ഞുങ്ങളെ 2 കുട്ടികൾ മതി, ഒരു ചെറിയ ഫാമിലി മതി എന്നും പറഞ്ഞ് അവർ വാദിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ വാദിക്കുന്ന മുസ്ലിമീങ്ങളെ? ഉണ്ട്. അതെ, അങ്ങനെ പല കാരണങ്ങളും, സാമ്പത്തിക വ്യവസ്ഥ. അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തുന്നു എന്നുള്ള വിചാരത്തിലാണ് ഈ പറയുന്നത്. സാമ്പത്തികം മോശമാണ്, പെൺകുട്ടികളാണ് കല്യാണം കഴിച്ചു വിടണം, ഒരുപാട് ഇന്നത്തെ കാലത്ത് വലിയ ചെലവുകളാണ്. അപ്പൊ ഇങ്ങനെ വലിയ വലിയ കണക്കുകൂട്ടലിലാണ് ഇവർ പോകുന്നത്. ഏറ്റവും വലിയ ശുദ്ധ മണ്ടത്തരമാണ്. എന്നാന്നറിയോ? മനുഷ്യരുടെ ഉത്തരവാദിത്തം റബ്ബാണ് ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മൾ എക്സാമ്പിൾ മയ്യത്തിന്റെ വായിൽ നിന്ന് പോലും കഴിയുമ്പോൾ ഫുഡ് എടുത്തു. ഒരാള് ഫുഡ് അകത്തോട്ട് വന്നാൽ എന്ത് ഫുഡ് കഴിക്കണം എന്നൊക്കെ പഠിച്ചവൻ ഇവിടെ വരുന്നതിന് മുമ്പ്, ഈവൻ നമ്മള് മാതാവിന്റെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ പോലും, അത് ലോകത്ത് മനുഷ്യർക്ക് മാത്രം കിട്ടുന്ന ഇതാണ് ഫുഡ് ഏറ്റെടുത്തു എന്നുള്ളത്. ഉമ്മയുടെ മുല നൽകുവാൻ വേണ്ടി അപ്പൊ തന്നെ പഠിച്ചവൻ പ്രിപ്പയർ ചെയ്തു. നമ്മൾ പുറത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആ ഫുഡ് ആരും കൊണ്ടുപോകുന്നില്ല. കാരണം ആ ഫുഡ് വേറെ ആർക്കും ആപ്റ്റ് അല്ല, ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് മാത്രമാണ് ആപ്റ്റ്. അപ്പൊ അങ്ങനെ തന്നെ ഫുഡ് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചു. ദുനിയാവിലോട്ട് എൻ്റർ ചെയ്യാൻ പോകുന്ന വ്യക്തിക്ക് ഇതുപോലും ഈ അള്ളാഹുവിനെ മനസ്സിലാക്കാതെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവും, ജനസംഖ്യ വർദ്ധിക്കും, മനുഷ്യന്റെ നിലനിൽപ്പ് പ്രശ്നം. ഇതൊക്കെ പരിണാമവാദികളും ദൈവമില്ല എന്ന് ബാധിക്കുന്ന ആളുകളുടെ തോട്ട് അടിച്ചിറക്കി വീഴുമ്പം ഖുർആൻ മനസ്സിലാക്കാത്ത മുസ്ലിമീങ്ങളെ ആളുകൾ ഇവരുടെ ഇതിൽ പെട്ടുപോവുകയാണ്. അങ്ങനെ അവർ ഇസ്ലാമിന്റെ ചില നിയമങ്ങൾക്കെതിരെ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയും. അതാണ് നമ്മൾ ഈ ആയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും കൂടെ ഒന്ന് നോക്കാം. ഹൃദയത്തിൽ മറതുള്ള ആളുകളും കാസിയത്തി കുലൂബുമായ ആളുകൾക്ക് ഫിത്നയിൽ അകപ്പെടാൻ വേണ്ടി ആണ് അള്ളാഹു ഇത്തരം പിശാചുകളെ കയറ്റിവിടുന്നത്. അപ്പോ കുറെ ആളുകൾ പെട്ടുപോകും. അള്ളാഹു നമ്മളെ അതിൽ പെടുത്താതിരിക്കട്ടെ. കാര്യങ്ങളെ പഠിക്കണം. അള്ളാഹുക്കും റസൂലിനും അബദ്ധം പറ്റുകയില്ല, അത് മനസ്സിലാക്കേണ്ട പ്രശ്നമാണ്. ഞാൻ നേരത്തെ ഹറസിന്റെ വിഷയം പറഞ്ഞപ്പോഴാണല്ലോ അങ്ങോട്ട് പോയത്. കൃഷിസ്ഥലം എന്ന് തന്നെ പറഞ്ഞത്. എന്തുകൊണ്ടാണ് കൃഷിസ്ഥലം എന്നൊരു സ്ത്രീയെ വിളിച്ചത്? അത് ഏറ്റവും നല്ല ഉപമയാണ്. ഉപമ എന്ന് പറഞ്ഞാൽ പെണ്ണെന്താണ്? അമ്മയാണ്. സ്ത്രീ എന്ന് പറയുന്ന സാധനമാണ് അമ്മ.
സ്ത്രീയാണ് കുട്ടികളെ പുരുഷൻ എന്ന് പറയുന്നത് കർഷകൻ മാത്രമാണ്, വിതയ്ക്കുന്നുള്ളൂ. പക്ഷെ അതിന് പ്രൊഡക്ഷൻ നടക്കുന്നതും 10 മാസം ഗർഭം ചുമക്കുന്നതും എല്ലാം പെണ്ണാണ്. അപ്പൊ അതിനെ അള്ളാഹു കൃഷിയോട് ബലാഗത്തിന്റെ ഭാഷയിൽ, അറബി സാഹിത്യത്തിന്റെ ഭാഷ പോലെ തഷ്ബീഹ് ചെയ്യാം, കൃഷി സ്ഥലത്തിനോട് ഉപമിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പോയി ചോദിക്കണം അടുത്തത്. ഞാൻ മുമ്പ് ഉദാഹരണത്തെ കുറിച്ച് പറഞ്ഞല്ലോ, മന്നവേന്ദ്ര തിളങ്ങുന്ന നിൻമുഖം ചന്ദ്രനെ പോലെ, ഇത് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കണം എന്തുകൊണ്ടാണ് പെണ്ണ് കൃഷിസ്ഥലം പോലെയാണ് എന്ന് പറഞ്ഞത്. അപ്പൊ കൃഷിസ്ഥലം എന്താന്ന് പഠിക്കേണ്ടി വരും. കൃഷിസ്ഥലം, എല്ലാ സ്ഥലങ്ങളും കൃഷി പ്രൊഡക്ഷൻ നടക്കൂല, എല്ലാ സ്ഥലങ്ങളിലും പ്രൊഡക്ഷൻ നടക്കൂല. അപ്പൊ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ തന്നെ നല്ല ചില പ്രത്യേക ഗുണങ്ങളുള്ള ഭൂമിയിലുള്ളൂ പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ. ഇനി പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ആ കർഷകൻ, അത് തന്നെ ഈ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു ഫീൽഡ്. അപ്പൊ അത് നടക്കണമെങ്കിൽ തന്നെ കർഷകൻ ചുമ്മാ തോന്നിയതുപോലെ ആ മണ്ണിലേക്ക് സമീപിക്കാൻ കഴിയില്ല. കൃത്യമായിട്ട് ആ മണ്ണിന് വേണ്ടത് എന്താണോ, ഓരോ മണ്ണിന്റെയും സ്വഭാവം അറിഞ്ഞുകൊണ്ട് ആ മണ്ണിന് വേണ്ടതായ വളങ്ങൾ നൽകണം. മനസ്സിലായില്ലേ? ഇത് ഭാര്യാഭർത്തൃ ബന്ധത്തെ കുറിച്ചാണ്, ഫാമിലി ലൈഫിനെ കുറിച്ചാണ് പഠിച്ചു ഉപയോഗിച്ചത്. ഓരോ കർഷകനും അറിയണം ആ മണ്ണിന്റെ പ്രത്യേകത എന്താണെന്ന്. സ്വന്തം മണ്ണിനെ തിരിച്ചറിയാത്തവൻ കർഷകനല്ല. നമ്മൾ സൈക്കോളജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്വന്തം ഭാര്യയുടെ ലവ് ലാംഗ്വേജ് തിരിച്ചറിയാത്ത ഹസ്ബൻഡ് ഒരിക്കലും നല്ലൊരു ഇണയേ അല്ല. അതുകൊണ്ട് തന്നെ സൗജ് എന്ന് പറഞ്ഞാൽ വേറെ വെച്ചിട്ടുണ്ട്, ഇമ്രഹത്ത് വേറെ വെച്ചിട്ടുണ്ട്, സാഹിബത്ത് വേറെ വെച്ചിട്ടുണ്ട്, ഭാര്യഭർത്തൃ ബന്ധത്തിന് പോലെ 3 തട്ടുകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെ കർഷകനെയും കൃഷിസ്ഥലത്തെയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിവ്. 2, കൃഷി അതിനകത്ത് ഇറക്കിയിട്ട് പ്രൊഡക്ഷനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് കർഷകന്റെ വഴിക്ക് പോവുകയല്ല ചെയ്യുന്നത്. നല്ലൊരു കർഷകനാണെങ്കിൽ ആ മണ്ണ് സംരക്ഷിക്കും. ആ മണ്ണില് അവിടെ നട്ടിരിക്കുന്ന പ്രൊഡക്ഷൻസ്, കാക്കയും പൂച്ചയും കോഴിയും കയറി കൊത്തി തിന്നുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി അതിന് കൃത്യമായി വേലി കെട്ടി കൃത്യമായ വളമൊരുക്കി അവിടെ കണ്ണ് നട്ട് കാത്തിരിക്കും. എന്നുവെച്ചാൽ മക്കളെ വളർന്ന പാരന്റിങ് സൈക്കോളജിയെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര വലിയ ഉദാഹരണമാണ്. അവിടെ നിന്ന് ഇത് കുരുത്ത് വന്നിട്ട് വടവൃക്ഷമായി മാറും. വടവൃക്ഷമായിട്ട് നല്ല പൂക്കൾ നൽകുന്ന നല്ല മുത്തക്കികളായ ഒരു കൺസെപ്റ്റിലേക്കാണ് കൊണ്ടുവരുന്നത്. ഈ ഒരു സാധനത്തിനാണ് ഈ ജാമിദാമാരൊക്കെ എടുത്തു വെച്ചിട്ട് സ്ത്രീകളെന്നാൽ കൃഷിസ്ഥലമാണ്, കൃഷിസ്ഥലത്തേക്ക് കർഷകൻ ഏത് സമയത്തും കൊണ്ടുവിളയാടാം, ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയുമ്പോൾ പാവങ്ങളായ കുറെ നമ്മുടെ മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും ജെൻഡർ ന്യൂട്രാലിറ്റിയും അണുകുടുംബവും ഒക്കെ പൊക്കി പിടിച്ചുകൊണ്ട് ഇതിനിടയിൽ കയറിയിട്ട് വാദിക്കും. നോക്കിയേ, ആരാ പെട്ടുപോയത്? അപ്പം കുലൂബിഹിം മറവും കാസിയത്തി കുലൂബും വലിയ വിഷയമാണ്. ഇത് രണ്ടും ആകാതെ നോക്കണം. നബിമാരുടെ അധ്യാപനങ്ങൾക്കിടയിൽ കയറി കളിക്കുന്ന ഡിസ്ട്രാക്ഷൻസ് ആണ് ഇത്തരം പൈശാചികത. അത് അന്നത്തെ കാലത്ത്, റസൂലുള്ളാഹി നമ്മുടെ കാലത്ത് ഇത്തരം ചർച്ചകളൊന്നും ഇല്ലായിരുന്നു. അന്നത്തെ കാലത്ത് പറയുന്ന ആൾ ഭ്രാന്തനാണ്, സ്വാഹിറാണ്, കൂടോത്രക്കാരനാണ്, അങ്ങനെയുള്ള രീതിയിലാണെങ്കിൽ ഇന്നത് ഇസ്ലാമോഫോബിയ ആണ്, തീവ്രവാദമാണ്, ഇസ്ലാം ലോകത്ത് ഭയങ്കര പ്രശ്നമാണ്, പഴഞ്ചൻ മതമാണ്, ഇസ്ലാമിനെ ഏറിൽ കയറ്റി, ഇങ്ങനെയുള്ള വർത്തമാനങ്ങളാണ്. അൽഹംദുലില്ലാഹ് ഇതൊക്കെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. സുമ്മ അൽഹംദുലില്ലാഹ്. അതാണ് നമുക്കിവിടെ വേണ്ടത്. എന്നിട്ട് പഠിച്ചനെ ആയത്ത് അവസാനിപ്പിക്കുന്നുണ്ടല്ലേ, വാലിമീങ്ങളായ ആളുകൾ എത്രയോ വിദൂരെയാണ്. അവരുടെ ഷിക്കാക്ക്, ധിക്കാരം കാരണം സത്യത്തിൽ നിന്നും അവർ എത്രയോ ദൂരെയാണ്. അല്ലേ? ഇത് കേട്ടപ്പോ തോന്നുന്നില്ലേ ദൂരെയാണെന്ന്? തോന്നില്ലേ? ഇനി നമുക്ക് 54-ാമത്തെ ആയത്. അപ്പൊ നമ്മൾ ഇന്നലെ ആരോ ഡയലോഗ് അതേപടി സമ്മതി ചെയ്തായിരുന്നു. അത് നല്ല ഉണ്ടായിരുന്നു. എന്താ അള്ള നൽകിയ മെസ്സേജുകൾ ഒരിക്കലും മാറുന്നില്ല. ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ, റസൂലുള്ളാഹി പഠിപ്പിച്ച ഹദീസുകളും ഖുർആന്റെ തത്വങ്ങളും ഈ ലോകത്ത് ഒരിക്കലും മാറുന്നില്ല. ഇത് 1500 വർഷമായപ്പോഴും
അന്ന് 6-ാം നൂറ്റാണ്ട് മുതൽ 21-ാം നൂറ്റാണ്ട് വരെ ഇതിനൊന്നും ഒരു മാറ്റവും ഇല്ല. പക്ഷെ മാറ്റം പിശാച് വരുന്നത് എവിടെയാണ്? മനുഷ്യന്റെ പെർസ്പെക്റ്റീവിലാണ്, മനുഷ്യന്റെ കാഴ്ചപ്പാടിലാണ് മാറ്റം വരുന്നത്. അന്നത്തെ കാലത്ത് ആയിഷ ബീവിയെ കെട്ടിച്ചു കൊടുത്ത അബൂബക്കർ റളിയല്ലാഹുവിന് പ്രശ്നമില്ല, കൂടത്തിൽ നിന്ന് സ്വഹാബത്തിന് പ്രശ്നമില്ല, അവർക്ക് ആർക്കും പ്രശ്നമില്ല. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നിന്ന ആളാണ് അബൂജഹൽ, അബൂലഹബ്. ഇവർക്ക് പോലും പ്രശ്നമില്ല. അവർ ഇന്നേ വരെ വിമർശിച്ച് കേട്ടിട്ടുണ്ടോ? പ്രശ്നമില്ല. പ്രശ്നമുള്ളത് ആർക്കാണ്? ആർക്കാ? ഇന്ന് താമസിക്കും. നമുക്കൊക്കെയാണ് പ്രശ്നം. 54 ദാ ഒരു കാര്യം മറിച്ച് അടിവരയിട്ട് പറയാം. വലിയഅലമല്ലദീന ഊത്തുൽ ഇൽമ. എന്നാൽ വലിയ അലമ അറിയാൻ വേണ്ടിയാണ്. നമ്മൾ അള്ളാഹുവിന്റെ അടുത്തിരുന്ന് കഥകൾ കേട്ടോണ്ടിരിക്കുമ്പോൾ പഠിച്ചം പറയാം, വലിയ അലമല്ലദീന, എടാ ഒരു കൂട്ടരെ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്താ? ഊത്തുൽ ഇൽമ, ശരിയായ ഇൽമ് കിട്ടിയ ആളുകൾ, അവർക്ക് ഈ വിഷയത്തെ കുറിച്ച് അറിയാം. അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക, നിന്റെ കണ്ട അവിടെ നിന്റെ റബ്ബ് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ, നിന്റെ റബ്ബ്, നിന്റെ വാപ്പ, നിന്റെ ഉമ്മ, ഇങ്ങനെ അറ്റാച്ച്മെന്റ്. നിന്റെ റബ്ബിൽ നിന്നാണ് യഥാർത്ഥ സത്യമെന്ന് ഇൽമുള്ള ആളുകൾ അറിയും. അവർക്കൊരു പ്രശ്നമേ അല്ല. അവരിങ്ങനെ അണുകുടുംബം വേണമെന്ന് കുറെ ആൾക്കാർ പറയും. ഇസ്ലാമിന്റെ പല 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 കാര്യങ്ങളായിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോഴും, ഓടാവേ പോയി പണി നോക്ക്, ഇതിനൊക്കൊന്നും കാര്യം മനസ്സിലാകുന്നതാണ്. നീ ഒന്നും പഠിച്ചിട്ടില്ല, ഖുർആൻ ആദ്യം ഒന്ന് പഠിച്ചു നോക്കും, ഖുർആൻ ഒന്ന് പഠിച്ചു നോക്കാം, അന്നേപ്പം നിന്റെയൊക്കെ പ്രശ്നങ്ങൾ തീരും. അങ്ങനത്തെ ഒരു കോൺഫിഡന്റിലെത്തും. പക്ഷെ മറ്റേവര് ആടി ഒലഞ്ഞു പോകും. അപ്പൊ നമുക്ക് വേണ്ട എന്താണ്? നോളജ് സീക്കിംഗ്. ഖുർആനുമായിട്ടുള്ള ബന്ധം വിടരുത്. അറിവിങ്ങനെ പഠിക്കുക, ചർച്ച ചെയ്യുക, ഷെയർ ചെയ്യുക, അതിൻ്റെ അകത്ത് ജീവിച്ചോണ്ടേയിരിക്കുക. അപ്പൊ നമ്മൾ ഒരു പക്ഷിയും വാങ്ങിച്ചത്തില്ല, ആരും നമ്മളെ കൊണ്ടുപോകത്തില്ല. അങ്ങനെ ഫയുമിനൂബിഹി, അവരതുകൊണ്ട് എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു, ഈമാൻ കൊള്ളുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ഖുർആൻ കൊണ്ട് ഇപ്പൊ ഈമാൻ കൊള്ളുവാണോ, അതോ ഈ ഖുർആന്റെ ചില വിഷയങ്ങളെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ ഇങ്ങനെ അസ്വസ്ഥതയിൽ ഇങ്ങനെ കിടന്ന് ഉരുകി മറിഞ്ഞ്? അതെ, അതാണ് ആ രണ്ട് പോയിന്റുകളാണ് പഠിച്ചു നോക്കുന്നത്. ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടാകുന്നത് എന്താണ്? തുമഅനീനത്താണ്, മനസ്സമാധാനം, ശാന്തി, ഈമാൻ കൊള്ളുവാണ്, പവർഫുൾ ആയ ഗ്രന്ഥത്തിന്റെ വക്താവാണ്. ഒരിക്കലും വിട്ടുകളഞ്ഞാൽ, ഒരിക്കലും ഒരിക്കലും വിടുകയില്ല. എന്റെ മരണം വരെ ഞാനിത് പഠിച്ചുകൊണ്ടേയിരിക്കും. എത്ര എത്ര കാഴ്ചപ്പാടുകളാണ് എനിക്ക് പറഞ്ഞു തരുന്നത്, എത്ര എത്ര സംഭവങ്ങളാണ് ഇതിലൂടെ ഞാൻ ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിതുമായി ലോകത്ത് എവിടെ സഞ്ചരിച്ചാലും, എത്ര വലിയ വിദ്യാഭ്യാസ പടുക്കളുടെ മുമ്പിൽ നിന്നാലും, എന്റെ കയ്യിൽ ഖുർആൻ ഉള്ളിടത്തോളം കാലം ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. ഞാനൊന്ന് പഠിച്ചാൽ മതി. പഠിച്ചവൻ ഈ സൗഭാഗ്യം എന്റെ കയ്യിൽ തന്നിരിക്കുക. പക്ഷെ നമ്മളിത് മരിച്ച വീട്ടിലും മറ്റേ എന്താണ് അല്ലാതെ സ്ഥലങ്ങളിലൊക്കെ ആണല്ലോ ഖുർആൻ സാധാരണ ഉപയോഗിക്കാറ്. ഖത്തം ഓതി സമാധാനം അടയാനുള്ളത്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കാതെ വരുമ്പോൾ ഞാൻ പെട്ടുപോകും. നോക്കിയാൽ പഠിച്ചവൻ എത്ര നല്ല രീതിക്ക് നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അല്ലേ? എത്ര സമാധാനിപ്പിച്ച പറഞ്ഞു തരുന്നത്. ഫയുമിനൂന ബിഹി, അപ്പൊ ഇൽമുള്ള ആളുകൾ മുഅ്മിനീങ്ങളാവും. ഫതുഖ്ബിത ലഹു ഖുലൂബുഹും, അവരുടെ ഹൃദയം തുഖ്ബിത്താവും. ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തുഖ്ബിത്ത്, മുഖ്ബിത്ത്. മുഖ്ബിത്തീങ്ങള്. എന്താ മുഖ്ബിത്ത് എന്ന് പറഞ്ഞാൽ? യെസ് യെസ്, ഒരുപാട് അല്ല, അത് മുക്സിലാണ്. ആ ഞങ്ങൾ പറഞ്ഞാൽ വലിയ സമയം അത് മുക്തി. ഓക്കെ, നിങ്ങൾക്ക് അവസരം തന്നെ തമ്മിൽ സംസാരിക്കാൻ. അപ്പൊ ഇവിടെ ഫർസീന ചോദിച്ചത് മുക്സിനാണ്, ഇക്സാൻ. മറ്റേത് മുഖ്ബിത്താണ്. അതിന് മുമ്പിൽ പറഞ്ഞത് ഫബശ്ശിരിൽ മുഖ്ബിത്തീൻ എന്ന് പറഞ്ഞു. രണ്ടായത്തിന് ശേഷം ഫബശ്ശിരിൽ മുഹ്സിനീൻ എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ആ മുഖ്ബിത്ത് എന്ന് പറഞ്ഞാൽ വിനയമുള്ള, ഇവിടെ ആ പദമാണ് എടുത്ത് ഉപയോഗിച്ചത്.
ഇത്തരം സംഗതികളിലൂടെ ഫതുഖ്ബിത ലഹു ഖുലൂബുഹും, അവരുടെ ഹൃദയത്തിൽ എന്താ ഉണ്ടാകത്തുള്ളൂ? വിനയം ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ഖുർആൻ കൂടുതൽ പഠിക്കും തോറും നമുക്ക് ഉണ്ടാവേണ്ട ആ മൈൻഡ് സെറ്റ് എന്താണ്? എന്താണ്? വിനയം. വിനയം, യെസ്, അഹങ്കാരത്തിനെതിരാണ്. ഇവിടെ തന്നെ പണ്ഡിതന്മാര് പറയാണ്, ഇൽമു കൂടുന്തോറും, അതായത് ഒരു വിഷ്വൽ പറയാം. ഒരു മാവ് മരം, ആ മാങ്ങ മരം കൂടുതൽ മുകളിലോട്ട് നെളിഞ്ഞു നിൽക്കുന്നത് എപ്പോഴാണ്? അതിൽ മാങ്ങ കായ്ക്കാത്തപ്പോഴാണ്, ഫലം ഉണ്ടാവാത്തപ്പോഴാണ്. ഫലം ഉണ്ടാകും തോറും അതെന്താണ്? താഴ്ന്ന് 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 വരും. ഇൽമു കൂടുന്തോറും നമ്മൾ വിനയമുള്ളവരായി മാറും. ഇൽമില്ലാത്ത ആളുകളാണ് അഹങ്കരിച്ച് കൊന്നത്തെങ്ങ് പോലെ എല്ലാവരുടെയും മുമ്പിൽ തല പൊക്കി ഇങ്ങനെ അറിയാൻ മേലാത്ത വിഷയത്തിലൊക്കെ തർക്കിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്. അത് കേൾക്കണം. ഇൽമില്ല. ഇൽമുള്ളവരെ സംബന്ധിച്ചുള്ള എപ്പോഴും അവരൊച്ച കുറയ്ക്കും, ഒരു വിനയം അവർക്ക് കാണും, അഹങ്കാരം റിമൂവ് ചെയ്യും, മാറ്റപ്പെടും. ഇനി ഒരാൾക്ക് അറിവിനോടൊപ്പം അഹങ്കാരവും കൂടെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, ആ ഇൽമ് നാഫി ആയിട്ടില്ല. ഇൽമ് നാഫി ആയി മാറുക, അഹങ്കാരം മാറി വിനയമുണ്ടാകും. അമാതറ അഞ്ചുമൻ, ഒരു അറബി ബൈത്തുണ്ട്. അമാതറ അഞ്ചുമൻ, ആകാശത്തെ നക്ഷത്രങ്ങളെ നീ കാണുന്നില്ലേ? ഫി ദാഖിലിൽ വുദുരി, കുളത്തിന്റെ ഉള്ളിൽ. അതായത് ഒരു അറബി കവിയുടെ ഭാവനയാണ്. കുളം, രാത്രിയിൽ കുളത്തിൽ പോയി നോക്കുമ്പോൾ ആകാശത്തുള്ള നക്ഷത്രങ്ങളെ എവിടെ കാണാം? കുളത്തിന്റെ ഉള്ളിൽ കാണാൻ പറ്റും, അടിയിൽ, അതിന്റെ പ്രതിബിംബം. പക്ഷേ ആ കവിതയുടെ അവസാനം പറയുന്നത് എന്താ? ആ നക്ഷത്രം ഈ കുളത്തിനകത്ത് ഇറങ്ങി വന്നാലും നക്ഷത്രത്തിന്റെ സ്ഥാനം യഥാർത്ഥത്തിൽ എവിടെയാണ്? കുളത്തിനടിയിലാണോ ആകാശത്താണോ? നമുക്ക് ഇൽമു കൂടുന്തോറും നമ്മുടെ ദറജ വർദ്ധിക്കും. പക്ഷേ നമ്മൾ ആ ദറജയിൽ നിന്നും താഴേക്കിടയിലുള്ള ആളുകളിലേക്ക് ഇറങ്ങി വന്ന് അവരെ ചേർത്ത് പിടിക്കണം. ഇപ്പൊ ചില ആളുകളുണ്ട്, അവരുടെ കൂട്ടത്തിൽ നിന്നാൽ നീയും അവരെ പോലെ തന്നെ എന്തായി മാറും? ആ റേഞ്ചിലാവും. ഒരിക്കലും അല്ല. അത് കുളത്തിനുള്ളിൽ കണ്ടാലും ഇൽമുള്ളവരുടെ സ്ഥാനം മുകളിൽ തന്നെയാണ്. എന്റെ ഒന്നും കൊഴിഞ്ഞു പോകാൻ പോകുന്നില്ല, എന്റെ ഒന്നും നഷ്ടപ്പെടാനും പോകുന്നില്ല. നമ്മുടെ തോട്ട് പ്രോസസ്സാണ് അത് മൊത്തം. നമ്മൾ ജാഹിലാവൂല, ബഹുമാനം കൂടത്തുള്ളൂ. ഇതൊക്കെ നേതാക്കന്മാരൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. ഈ ഒരു സംഘടനയെ നയിക്കുന്ന നേതാവ് എന്ത് കേട്ടെ, ഒരു ടീച്ചറാണെങ്കിലും, ഒരു സ്കൂൾ പ്രിൻസിപ്പൾ ആണെങ്കിലും, മദ്രസ സദർ ആണെങ്കിലും, ആരാണെങ്കിലും അവർക്കൊരു പവർ കാണും. ആ പവറിൽ തന്നെ നിന്നുകൊണ്ട് മറ്റുള്ളവരോട് ഇങ്ങനെ ബും 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 എന്നൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അതാണ് ഉയർച്ചയുടെ തലം എന്ന് അവർ വിചാരിക്കും. അപ്പൊ താഴെയുള്ള ആളുകളെ പരിഗണിച്ചുകൊണ്ട് അവരോട് ചേർന്ന് നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ സ്ഥാനം ഇടിഞ്ഞ് ഇല്ലാണ്ടായി പോകുമെന്ന് വിചാരിക്കും. അത് അവന്റെ തോന്നലാണ്. അവൻ അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോ നമ്മുടെ ആ താഴെ നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവും, ഇവൻ എന്റെ ഒപ്പം വന്നിങ്ങനെ സംസാരിക്കേണ്ടവനല്ല, ഇവന്റെ സ്ഥാനം എന്താണ്? ഉയർന്ന സ്ഥാനമാണ്. എന്നിട്ട് ഇവൻ എന്നോട് ഇങ്ങനെ വന്ന് സംസാരിക്കുന്നല്ലോ. അപ്പൊ അവന്റെ മനസ്സിൽ കൂടുതൽ എന്താവും? റെസ്പെക്ട് ഉണ്ടാവത്തുള്ളൂ. ആ സൈക്കോളജി അവിടെ വർക്കാകുന്നത്. പക്ഷെ അത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹംദക്കൊക്കെ കുഴിക്കാൻ പറഞ്ഞാൽ മതി, ആൾക്കാർ കുഴിക്കാൻ റെഡിയാ. പക്ഷേ അവരോടൊപ്പം തന്നെ വലിയ കൂടവുമായിട്ട് ഇറങ്ങുകയാണ്. ദേഹം, റസൂലുള്ളാഹിയുടെ ശരീരം പോലും കാണാൻ പറ്റുന്നില്ല, മണ്ണ് വീണ് 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 മൂടിപ്പോയി. അതുപോലെ മസ്ജിദ് നബവി പണിയുമ്പം ആദ്യത്തെ കാലത്ത് മസ്ജിദ് നബവി പണിതത് ഈത്തപ്പനയുടെ തൂണും മണ്ണും കൊണ്ടാണ്, ഇന്നത്തെ വെള്ളക്കൊട്ടാരം. അത് പണിതപ്പോ എല്ലാവരും ഈത്തപ്പന തടി തോളിൽ എടുത്തുകൊണ്ട് വന്നു. ഒരു തോള് കൊണ്ട കാണിക്കുകയാണ്. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദേ ഇങ്ങോട്ട് വെച്ചോളാൻ. മണ്ണും തലയിൽ എടുത്തോണ്ട് വരും. അപ്പൊ ആൾക്കാർ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഇവരുടെ കൂട്ടത്തിൽ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നും കൊഴിയാൻ പോകുന്നില്ല. അത് ഇന്നത്തെ പൗരോഹിത്യം, പണ്ഡിതവർഗം, നേതൃത്വം എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഉള്ളിൽ പൊള്ളത്തരവും കൊണ്ട് നടക്കുന്നത്. അപ്പോ ഈ ആയത്ത് ഒന്നും കൂടെ ഒന്ന് റീവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഊത്തുൽ ഇൽമിന്റെ ആളുകൾ, ശരിയായ ഇൽമ് നൽകപ്പെട്ട ആളുകൾക്ക് യഥാർത്ഥ ഹക്ക് തന്റെ റബ്ബാണെന്ന്, തന്റെ റബ്ബെന്നല്ല, നിന്റെ റബ്ബ്. ഇപ്പം നമ്മുടെ വാപ്പച്ചി, നമ്മുടെ ഉമ്മച്ചി നമ്മളെ ചേർത്തിരുത്തിയിട്ട് കുറെ വാപ്പച്ചിനെ ഉമ്മച്ചിനെ പറ്റി പറഞ്ഞു തന്നിട്ട് പറയാ, എടാ നിന്റെ ഉമ്മച്ചി ആയിരുന്നു, നിന്റെ ഉമ്മച്ചി പറഞ്ഞതായിരുന്നു ശരി എന്ന് നമ്മളോട് പറയാ.
കുറെ ആളുകൾ നമ്മുടെ ഉമ്മാനെയൊക്കെ കുറ്റപ്പെടുത്തിയപ്പോ ആ കഥ, സാഹചര്യം, ആ സിനാരിയോസ് നമ്മളോട് പറഞ്ഞു തരിക. നിന്റെ ഉമ്മച്ചി പറഞ്ഞു തന്നെയായിരുന്നു ശരി, അവർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു തരികയല്ലേ മക്കളോട് ഒരു കഥ. എന്ന് പറഞ്ഞാൽ അള്ള പറയാണ്, നിന്റെ റബ്ബ് തന്നെയാണ് ഹക്കെന്ന് പഠിച്ചാൽ മനസ്സിലാകുന്ന കേസേ ഉള്ളൂ. അപ്പൊ അള്ളാഹുവിന്റെ തൊട്ടടുത്തേക്ക് നമ്മളെന്ത് വേണം? ശരിയാ അല്ലാ, എനിക്ക് മനസ്സിലായി, ഞാനും പഠിച്ചു, നീ തന്നെയാണ് ഹക്ക്, ഞാനും നീ തമ്മിൽ ഒരുപാട് ദൂരെയായി. അപ്പോ ഇനി അങ്ങനെയാണ് പഠിച്ചെന്ന് ചോദിക്കുക. അങ്ങനെയാണ് ഇനി നിന്റെ ഹൃദയം എങ്ങനെയായിരിക്കും? അഹങ്കാരം ഉള്ളതായിരിക്കും, വിനയം ഉള്ളതായിരിക്കും? വിനയം. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇനി ആ ആയത്ത് പഠിച്ച എന്ത് രസത്തിലാണ് അവസാനിപ്പിക്കുക. തീർച്ചയായും അള്ളാഹു ലഹാദ് സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാവുന്നു. ഇങ്ങനെയുള്ള ആളുകളെ അള്ളാഹു കൂടുതൽ എന്ത് ചെയ്യുന്നു? സന്മാർഗത്തിലേക്ക്. ഹാദ് ഹിദായത്തിന്റെ ഒരു ചലനാത്മകമായ രൂപമാണ്. ഹാദ് നയിക്കുന്നതാണ്. അല്ലദീന ആമനു തീർച്ചയായും ആ വിശ്വസിച്ച ആളുകൾ ഇലാ സിറാത്തിൻ മുസ്തഖീം ശരിയായ പാതയിലേക്ക് അവർ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം പഠിച്ചവരെ ഞങ്ങളെ നീ നേരായ മാർഗത്തിലേക്ക് ഹിദായത്ത് ചെയ്യണേ എന്ന് ചോദിക്കുന്നതിന്റെ ആൻസർ ആണ് ഈ കാണുന്നത്. ഇന്നല്ലാഹ ലഹാദ്. ഇഹ്ദിനാണ് അർത്ഥം എന്താ? ഇഹ്ദിന, അള്ളാഹു നീ ഞങ്ങളെ. ഇല്ല, നേരായ മാർഗം ആയിട്ടില്ല. ഇഹ്ദിന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നയിക്കണമേ എന്ന് പറയും. അപ്പൊ ഇവിടെ പരസ്യം പറയുന്നു ഇന്നല്ലാഹ ലഹാദ്. അതെ, തീർച്ചയായും അള്ളാഹു ഹാദ് നയിക്കുന്നു. ആരെ? അല്ലദീന ആമനു. അപ്പൊ ഈമാൻ വേണം. അപ്പൊ ചുമ്മാ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞെങ്കിൽ വായ കൊണ്ട് പറയുകയും ജീവിതത്തിൽ ഈമാൻ ഇല്ല, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഖുർആനെ തന്നെ പോലും സംശയദൃഷ്ടിയോടുകൂടി കാണുകയും പാതി മുസ്ലിമും ആണെങ്കിൽ നടക്കൂല. ഈ പറയുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ അല്ലദീന ആമനു, അവർ മുഅ്മിനീങ്ങളാണെങ്കിൽ ഇലാ സിറാത്തിൽ മുസ്തഖീം, അവരെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് അള്ളാഹു കൊണ്ടുപോകും. അള്ളാഹു നമുക്ക് സിറാത്തുൽ മുസ്തഖീം നൽകി അനുഗ്രഹിക്കട്ടെ. എന്നാൽ 55-ാമത്തെ ആയത്ത് എടുത്ത് നോക്കിക്കേ. വലാ യസാലുല്ലദീന കഫറു. ഇത് നേരെ ഓപ്പോസിറ്റ് ഉള്ള ആളുകളുണ്ട്. ഇപ്പം ഇത് ശരിക്കും ഒരു തുടർച്ചയായ ചർച്ചയാണ് വരുന്നത്. വലാ യസാലുല്ലദീന കഫറു ഫീ മിരിയത്തി മിൻഹു ഹത്താ യതീമു സാഅതു വഗൈറ യതീമു അദാബു യൗമിൻ അഖീം. നമുക്ക് ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹ് ആദ്യം ഭൂമിയിൽ സത്യം പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു പ്രവാചകനെ തിരഞ്ഞെടുക്കുന്നു. ആ പ്രവാചകന്റെ കയ്യിൽ ഒരു വേദഗ്രന്ഥം കൊടുക്കുന്നു. ആ പ്രവാചകൻ മാക്സിമം അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു. അതിനിടയിൽ അപ്പോൾ പിശാച് വരുന്നു. പിന്നെ മൊത്തത്തിലൊരു റൗണ്ടപ്പ് ചെയ്യുക. പിശാച് വരുന്നു. പിശാച് വന്നിട്ട് ആ വേദഗ്രന്ഥത്തിന്റെ ഒരു മെസ്സേജുകളും മാറ്റാനുള്ള അനുവാദം പിശാചിന് കൊടുത്തിട്ടില്ല. മറിച്ച് ജനങ്ങൾ അതിനെ എങ്ങനെ കാണുന്നു എന്ന വിഷയത്തിൽ പിശാചിന് കയറാൻ പറ്റും. അപ്പൊ പിശാചിന് ഒരിക്കലും ഖുർആനിൽ കയറാൻ പറ്റത്തില്ല, പിശാചിന് മനുഷ്യനിലേ കയറാൻ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? പിശാചിന് ഖുർആനിൽ കയറാൻ പറ്റത്തില്ല, മനുഷ്യനെ കയറാൻ പറ്റും. ഖുർആൻ തുറന്നു വെച്ചാൽ മടക്കി വെക്കും, പിശാച് ഓതുമെന്ന്. ഖുർആൻ തുറന്നു നോക്കുമ്പോൾ ഇബിലീസ് ഓതും, മടക്കി വെക്കാൻ വേണ്ടി. ഇബിലീസ് ഓതിയ ഇബിലീസ് എപ്പോഴേ രക്ഷപ്പെട്ടാണ്. ഇബിലീസ് മനുഷ്യനെ കണ്ട് ഓതിപ്പിക്കാതിരിക്കാൻ വഴിയാണ് നോക്കും. അപ്പൊ അതുപോലെ കാരണവന്മാർ ഇങ്ങനെ പറഞ്ഞു. ഇബിലീസ് നിസ്കരിച്ചാൽ ഇബിലീസ് രക്ഷപ്പെട്ടനെ. കാരണം സുജൂദ് ചെയ്യാൻ മാ മനക്കാക്ക അല്ല തസ്ജുദ് ചെയ്ത് അമർത്തുക്ക്. നിന്നോട് ഞാൻ സുജൂദ് ചെയ്യാൻ പറഞ്ഞു, എന്താണ്? അതെ, പള്ളിയിൽ എപ്പോഴും ഓപ്പൺ ആയിട്ട് കിടക്കണം. പള്ളിയിൽ നിന്ന് അപ്പൊ ശരിക്കും ഞാൻ പറയട്ടെ, ഇങ്ങനത്തെ വസ്തുക്കളിലല്ല, മനുഷ്യ മനസ്സിലാണ് ഈ ഇബിലീസൊക്കെ പണിയെടുക്കുന്നത്. നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ള വിഷയത്തിലാണ്. പഴയ ആളുകൾ അവരുടെ കാഴ്ചപ്പാടിൽ ഓരോന്നിങ്ങനെ പറഞ്ഞ് പ്രചരിച്ചു, കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ വിശ്വസിച്ചു വന്നു. ഊത്തുൽ ഇൽമ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ വിശ്വാസം ഏതാണ്, അന്ധവിശ്വാസം ഏതാണ്, ബിദ്അത്ത് ഏതാണ്, ശിർക്ക് ഏതാണ്, കുഫ്ർ ഏതാണ്, ഈമാൻ ഏതാണെന്ന് വേർതിരിച്ച് പഠിച്ചു. ഇപ്പൊ തന്നെ ഈ സൂറത്തുൽ ഹജ്ജ് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം ഗുണങ്ങൾ കിട്ടുന്നുണ്ട് ഇല്ലേ?
ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് ഗുണങ്ങൾ. ഉം. അതെ. മാഷാ അല്ലാ. അപ്പൊ ഇൽമു വന്നതിന്റെ ഗുണമാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. ആ, അപ്പൊ പിശാജ് അങ്ങനെ വന്ന് നബിമാര് പഠിപ്പിക്കുന്നു, പിശാജ് ഇടയിൽ കയറുന്നു. അള്ളാഹു അപ്പൊ തന്നെ ഒരു ക്ലോസ് ചെയ്തായിരുന്നു, പിശാജിന് എല്ലാ കാലത്തും ഇങ്ങനെ ഇത് സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ലാസ്റ്റ് നബിമാര് പറഞ്ഞെടുത്തുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കും. എന്ന് വെച്ചാൽ അവര് പറഞ്ഞാണ് സത്യമെന്ന് ഇത് ലാസ്റ്റ് ഞാൻ ബോധ്യപ്പെടുത്തും. പക്ഷെ ഇതിനിടയിൽ പഠിച്ചവൻ ഇങ്ങനെ ഒരു പരീക്ഷണം വെച്ചിരിക്കുന്നത്, കുലൂബിയും മറന്നും കാസിയത്ത് കുലൂബിയും ഉള്ള ആളുകൾക്ക് എത്രത്തോളം പിശാജിന്റെ അധ്യാപനത്തെ പിൻപറ്റുന്നു, റസൂലുള്ളാഹിനെ പിൻപറ്റുന്നു എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ അവര് അങ്ങനെയും പെട്ടുപോകും. ശരിയായ ഇൽമുള്ള ആളുകൾക്ക് കൂടുതൽ അള്ളാഹുവിനെ മഹത്വപ്പെടുത്താനും മുസ്ബിത്തീങ്ങളുമായി മാറാനും ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമിലൂടെ കടന്നു പോകാനും സാധിക്കും. ഇപ്പൊ കണ്ടോ, ഒരു വിഷയം അവസാനിപ്പിച്ചു. ഇനി പഠിച്ചവൻ 55 പറയാൻ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞ 55 പോകുമ്പോൾ പറയാം, ഈ ഒരു പരീക്ഷണത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് 54 മുഅ്മിനീങ്ങൾക്ക് കിട്ടി. എന്താണ്? കൂടുതൽ വിനയമുള്ളവരായി മാറുകയും അള്ളാഹു ആണ് ഹക്ക് എന്ന ബോധത്തിൽ എത്തുകയും ചെയ്തു. 55-ാമത്തെ ആയത്തില് വിട്ടുപോയ ആളുകൾ, നാസിയത്തി കുലൂബും കുലൂബിയും മറന്നുള്ള ആളുകൾ, അവരുടെ ആഫ്റ്റർ ലേണിംഗ് ഔട്ട്കം ആണ് ഇനി 55 പറയാൻ പോകുന്നത്. വലാ യസാലുല്ലദീന കഫറു, ആ പിശാചിന്റെ അധ്യാപനങ്ങൾ കേട്ട് നിഷേധികളായ ആളുകൾ ഫീ മിരിയത്തിൻ മിൻഹു, സംശയത്തിൽ തന്നെ ആയിരിക്കും. എത്ര കറക്റ്റാണ്, അവരുടെ സംശയം മാറത്തേയില്ല. നമ്മൾ അവരുമായിട്ട് തർക്കിക്കാൻ വേണ്ടി പെടുന്നു, അവരിങ്ങനെ ചോദിച്ചതിനെയും ചില ആളുകളുണ്ട് ക്ലാരിറ്റി വരുത്തിയ കാര്യത്തെ വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. പറഞ്ഞ് ക്ലാരിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട്, എന്നാലും ചോദിച്ചുകൊണ്ടിരിക്കും. അവരുടെ സംശയം തീരത്തേയില്ല. ഹത്താ തഅ്തിയഹുമുസ് സാഅതു, അന്ത്യനാൾ വരേക്കും. അന്ത്യനാൾ വരേക്കും എന്ന് പറഞ്ഞാൽ എന്താ? അവര് ഖിയാമത്ത് നാൾ വരെ ജീവിച്ചിരുന്ന അതുവരെയും അവർ സംശയത്തിൽ തന്നെ. ബഗ്തത്തൻ, പെട്ടെന്ന് അന്ത്യനാൾ വന്ന് പിടികൂടുക, ഔ തഅ്തിയഹും അദാബു യൗമിന, അല്ലെങ്കിൽ ഒരു ദുർദിനത്തിലേക്ക്, എന്ന് വെച്ചാൽ അതും അന്ത്യനാൾ തന്നെയാണ്. ശിക്ഷ വന്നെത്തുന്നത് വരെ അവർ ഇതിൽ തന്നെ പോകും. അപ്പൊ രണ്ട് ലേണിംഗ് ഔട്ട്കം ആണ് മനുഷ്യരിൽ നിന്നും പ്രവാചക അധ്യാപനങ്ങൾ പുറത്തെടുക്കുന്നത്. ഒന്നുകിൽ യഥാർത്ഥ അള്ളാഹു ആണ് ഹക്ക് എന്ന ഔട്ട്പുട്ടിലെത്താം, അല്ലെങ്കിൽ ആജീവനാന്തകാലം ലോകം തന്നെ ഉണ്ടായി, ബിഗ് ബാങ്ങിൽ നിന്നുണ്ടായി, ജനറൽ ന്യൂട്രാലിറ്റി വേണം, ലിബറലിസം വേണം, ഖുർആൻ അതിനെതിരെ സംസാരിക്കും, ഇങ്ങനെ സംസാരിക്കും, ഇങ്ങനെ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ രണ്ടാമതൊരു ഔട്ട്പുട്ടാണ് ഉണ്ടാകുന്നത്. ഇനി അപ്പൊ ഈ 54 55 പറഞ്ഞ റിസാലത്തിനെ പറ്റി കേട്ടോ, പ്രവാചകത്തിന്റെ റിസാലത്താണ് അവിടുത്തെ മെസ്സേജ്, അതിനു വേണ്ടിയാണ് പഠിച്ചതൊക്കെ പറഞ്ഞത്. ഇനി 56 പറയുകയാണ്, നമ്മൾ നോക്കി നമ്മുടെ ഇൽമു വർദ്ധിച്ചു. റിസാലത്ത് എന്നൊക്കെ പറയുമ്പോൾ പുതുതായിട്ട് ഗൂഗിൾ മീറ്റിൽ കയറി എന്താ പഠിച്ചത് റിസാലത്തിലൊക്കെ പറഞ്ഞത്. നമ്മുടെ ഇൽമു അപ്ഡേറ്റ് ആയി. ചില ആയത്ത് റിസാലത്തായിരിക്കും, ചില തൗഹീദായിരിക്കും, ചില ആഖിറ. 56 അൽ മുൽക്കു, ആഖിറമാണ് പറയുന്നത്. അന്നത്തെ ദിവസം പരമാധികാരം, ആധിപത്യം, യൗമ ഇതിൻ, അന്നത്തെ ദിവസം ആധിപത്യം ലില്ലാഹി, അള്ളാഹുവിനായിരിക്കും. അന്ന് ഈ മനുഷ്യരുടെ വാദങ്ങളോ ഒന്നിനും ഒരു വിലയും കാണില്ല. അന്ന് അള്ളാഹുവിനായിരിക്കും പരമാധികാരം. യഹ്കുമു ബൈനഹും, ഈ രണ്ട് വിഭാഗം ആളുകളിടയിലും പഠിച്ചവൻ എന്ത് ചെയ്യും? വിധി തീർക്കുക, കാര്യങ്ങളെ കൃത്യമായി വേർതിരിച്ച് പറയും. ഫല്ലദീന ആമനു, അപ്പൊ പഠിച്ചവൻ പറയാണ്, അന്ന് ആരാണോ ഈ വേർതിരിക്കുമ്പോ ഫല്ലദീന ആമനു, മുഅ്മിനീങ്ങളായി നിലകൊള്ളുകയും വഅമിലു സ്വാലിഹാത്തി, അതോടൊപ്പം ഇസ്ലാമിക അധ്യാപനങ്ങളെ പ്രായോഗികമാക്കി. നേരത്തെ പറഞ്ഞില്ലേ മുഹബത്തീങ്ങളുടെ ഈ അള്ളാഹു ഭൂമിയിൽ മനുഷ്യന് സ്വാധീനം നൽകിയാൽ നടപ്പിലാക്കേണ്ട 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? ഇതിനകത്ത് ഇസ്ലാം കാര്യം ഈമാൻ കാര്യം എല്ലാം
ഇത് നടപ്പിലാക്കിയ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരാരോ അവർ ഫീ ജന്നത്തിൻ നഈം. നേരെ പഠിച്ചതിനെ കൊണ്ടുപോവാ നമ്മളെ കൊണ്ട്. ഫീ ജന്നത്തിൻ നഈം. അനുഗ്രഹ സമ്പൂർണമായ സ്വർഗത്തിലാകുന്നു. അൽഹംദുലില്ലാഹ്. പഠിച്ചതേ നേരെ എവിടുന്ന് പോയ അള്ളാഹു നൽകി. നമ്മളിപ്പോ എത്ര ആയത്തുകൾ എത്ര ദിവസം ചർച്ച ചെയ്തു. കഅബയിൽ നിന്നും കഅബയുടെ വിഷയത്തിൽ പറഞ്ഞു ഏതൊക്കെ ലോകങ്ങളിലൂടെ പഠിച്ചത് നമ്മളെ സഞ്ചരിപ്പിച്ചു. ഈ 55 ആയത്ത് എവിടെയെല്ലാം പോയി തവാഫ് ചെയ്തു, ഉംറ ചെയ്തു, സഅയ് ചെയ്തു, അങ്ങനെ ബലി കൊടുത്തു, അതിൻ്റെ അകത്തുനിന്ന് ശിർക്ക് ചെയ്തെന്ന് പറഞ്ഞു, അങ്ങനെ വന്നു. പിന്നെ പ്രവാചകന്മാരെ പറഞ്ഞു, അതിനിടയിൽ ഹിസ്റ്ററി പഠിപ്പിച്ചു, തുറന്നു കിടക്കുന്ന കിണറുകൾ പോലത്തുള്ള അടയാളങ്ങൾ പഠിപ്പിച്ചു. ഇങ്ങനെ പറഞ്ഞു 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 ഇതേ വീണ്ടും കൊണ്ട കയറ്റി. എവിടെ കയറ്റി? സ്വർഗത്തില്. അപ്പൊ നമുക്ക് തന്നെ മനസ്സിലായി ഈ സ്വർഗം എന്ന ഈ ഒരു മൈൻഡിൽ, ഈ ഒരു പൊസിഷനിൽ എത്തണമെങ്കിൽ ഞാൻ എങ്ങനെയാവണം? ഇല്ലേ? മനസ്സിലായില്ലേ? ലോകം വായിക്കുന്നു, ലോകം പഠിച്ചം വായിക്കുന്നു. ഇനി 57-ാമത്തെ ആയത്തില് പഠിച്ചം പറയണ വല്ലദീന കഫറു. അപ്പാണ് എന്താണ് പഠിച്ചവൻ തൊട്ട് മുമ്പില് പരമാധികാരം അള്ളാഹു മാത്രം തീരുമാനിക്കുന്ന ദിവസം എന്ന് വെച്ചാൽ ഇന്ന് അള്ളാഹുവിന് പരമാധികാരം ഇല്ല എന്നല്ല. ഇന്ന് അള്ളാഹുവിന് മനുഷ്യർക്ക് നിഷേധിക്കാനും അംഗീകരിക്കാനുള്ള സ്വാതന്ത്ര്യം വിട്ടുകൊടുത്തിരിക്കുക. പക്ഷെ അന്ത്യനാളിൽ ഈ സ്വാതന്ത്ര്യത്തെ എടുക്കും. ഇനി നിങ്ങൾ വിശ്വസിക്കുകയും വേണ്ട, ഇനി നിങ്ങൾ നിഷേധിക്കണം. നിങ്ങൾ ഇത് ന്യൂട്രലിൽ നിന്നു, ന്യൂട്രലായിട്ട് നിന്നോളൂ. ഈ ന്യൂട്രലായിട്ട് നിൽക്കുന്ന സമയത്ത് കാര്യങ്ങളെ തീരുമാനിക്കാൻ അള്ള വരും. അള്ള വന്നിട്ട് ഹക്കും ബാത്തിലും നമ്മൾ വേർതിരിക്കും. അന്ന് ഹക്കിന്റെ ആളുകളെ മാറ്റി നിർത്തും, ബാത്തിലിന്റെ ആളുകളെ മാറ്റി നിർത്തും. അന്ന് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളെ നിങ്ങൾ പ്രവർത്തിക്കൂ, അത് നിങ്ങൾ അനുസരിക്കൂ, നിങ്ങൾ ശിർക്ക് ചെയ്യരുതേ, അള്ളാഹനെ മാത്രം ആരാധിക്കൂ എന്നൊക്കെ പറഞ്ഞ് അത് ചിലപ്പോ ഉമ്മ ബാത്തിലിന്റെ കൂടെയും മകൻ ഹക്കിന്റെ കൂടെ ആയിരിക്കും, ഭാര്യ ബാത്തിലിന്റെ കൂടെയും ഭർത്താവ് ഹക്കിന്റെ കൂടെ ആയിരിക്കും. ഇങ്ങനെ ഉമ്മായും മക്കളും മാതാപിതാക്കളും എല്ലാം രണ്ട് തട്ടില്ല. അവനിടയ്ക്ക് എടാ എന്നെയും കൂടെ ഒന്ന് വിളിയടാ, പോയി പണി നോക്കുക, അന്നേ പറഞ്ഞല്ലേ. അന്ന് നമ്മൾ പറയില്ല, പക്ഷെ ഒരു കാര്യമില്ല, എല്ലാവർക്കും യാ നഫ്സി മാത്രമാണ്. കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ല. കമ്മിറ്റ്മെന്റ് ഒക്കെ ഇന്ന് മാത്രമേ ഉള്ളൂ. മരണത്തോടു കൂടി ജനിച്ചപ്പോൾ ഒറ്റയ്ക്ക് വന്നതുപോലെ തന്നെ തിരിച്ചങ്ങോട്ട് ഒറ്റയ്ക്ക് പോകണം. അപ്പൊ ഇങ്ങനെ ഹക്കും ബാത്തിലും നമ്മൾ വേർതിരിക്കുമ്പോൾ ഹക്കിന്റെ ആളുകൾക്ക് ജന്നാത്തിൻ നഈമാണ്, ബാത്തിലിന്റെ ആളുകൾക്ക് എന്തായിരിക്കും വിഷയം? നോക്കിയേ, വല്ലദീന കഫറൂ വകസ്സബൂ. നിഷേധിക്കുകയും കളവാക്കുകയും ചെയ്ത ആളുകൾക്ക് ബി ആയാത്തിന. ആയാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന് മനസ്സിലാവുന്ന വായിക്കുന്നു. ഇഷ്ടാന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? Yes, തെളിവുകൾ, എവിഡൻസുകൾ. അതല്ലേ, ഇതല്ലേ നമ്മൾ കാണിച്ചത് ഇത്രയും നാളും എല്ലാവരുടെ മുമ്പിൽ. ദൈവം ഇല്ലാന്ന് വാദിക്കുന്നതിന് മുമ്പിൽ നമ്മൾ ആയാത്തുകൾ, എവിഡൻസുകൾ കാണിച്ചു, അല്ല ഉണ്ടെന്നുള്ളതിന്റെ തെളിവ്. ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളുടെ മുമ്പിൽ നമ്മൾ ആയത്തുകൾ ഓതി അർത്ഥം പറഞ്ഞ തെളിവ് കാണിച്ചു. ജാറവും അക്ബറയും ഷിർക്കിൻ അതിന്റെ പിന്നാലെ പോകുന്നവർക്ക് നമ്മുടെ ഹദീസുകൾ, തെളിവുകൾ കാണിച്ചു. എല്ലാ തെളിവുകളും കാണിച്ചു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം മതി, അന്ധമായി വരണ്ട. വൈദാ ദുക്കിറൂ ബി ആയാതി റബ്ബിഹിം. അള്ളാഹുവിന്റെ ആയാത്തുകളെ പറ്റി പറയപ്പെട്ടാൽ ലം യഖ്റു അലൈഹാ സുമ്മം വഉമ്യാന. അന്ധമായിക്കൊണ്ടും ബധിരമായിക്കൊണ്ടും അവർ വീഴൂല. തെളിവിന്റെ അടിസ്ഥാനത്തിൽ വന്നാൽ മതി. തെളിവ് നമ്മൾ കാണിച്ചു കൊടുത്തു, പക്ഷെ അവരെന്ത് ചെയ്തു? വേണ്ട. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ബന്ധു, എന്റെ പൊന്നാര അഫ്സലെ, നീ ഖുർആനല്ല ഇതിന്റെ അപ്പുറത്ത് എന്തുകൊണ്ട കാണിച്ചാലും ഞാൻ എന്റെ നിലപാട് മാറ്റാൻ പോകുന്നില്ല. എന്തൊരു ജീവി അവിടച്ചനെ ഇവരൊക്കെ. ഞാൻ എന്റെ നിലപാട് മാറ്റാൻ പോകുന്നില്ല. ഞാൻ ഈ ബദരീങ്ങളൊക്കെ അള്ളാഹയുടെയും എന്റെയും ഇടയിൽ നിൽക്കുന്ന മതിലുകൾ തന്നെയാണ്. അവർ വഴിയൊക്കെ ഞാൻ അള്ളാഹി കയറിപ്പോകാൻ പറ്റും. ഈ കരീബായ അള്ളാഹിനെ ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല, എനിക്ക് മനസ്സിലാവൂല. ഞാനത് മനസ്സിലാവുന്ന ഐറ്റല്ല. അള്ളാഹി ഞാനും തമ്മിലൊന്നും അത്രയും, ഞാൻ പാപിയാണ്. അള്ളാഹിലോട്ട് നമ്മൾ അള്ളാഹ് എന്നെ അടുപ്പിക്കത്തില്ല. അതിൻ്റെ ഇടയിൽ എനിക്ക് ഭയങ്കര വാദങ്ങളാണ് പറയുന്നത്.
മുഖ്യമന്ത്രിയുടെ അടുത്ത് നമുക്ക് പോകാൻ പറ്റുമോ? കാരണം എന്താ, പിണറായി വിജയനും ഞാനും തമ്മിൽ എന്തെങ്കിലും പരിചയമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ ഈരാറ്റുപേട്ടക്കാരനായ പി സി ജോർജ് ഇല്ലേ, നമ്മുടെ നാട്ടുകാരനെ റെക്കമെൻഡ് ചെയ്യും. അപ്പോ പി സി ജോർജ് വഴി പോകുമ്പോൾ എനിക്കൊരു കൺസിഡറേഷൻ കിട്ടും, കൺസ്ട്രക്ഷൻ കിട്ടും. ഇങ്ങനെ അപ്പൊ ഞാൻ അടുത്ത് ചോദിക്കാണ്, അത് പിണറായി വിജയന് ഒരിക്കലും ഈ ഈരാറ്റുപേട്ടക്കാരിയായ നിങ്ങളെ അറിയത്തില്ലാത്തത് കൊണ്ടല്ലേ? അറിയാമായിരുന്നെങ്കിലോ നിങ്ങൾക്ക് പി സി ജോർജിന്റെ ആവശ്യം വരുമായിരുന്നോ? അവര് പറഞ്ഞു വരൂല. ഞാനവരെ പെടുത്താൻ പോണേ, പെടുത്താൻ വേണ്ടി പോകുന്ന ലോക്കൽ ക്വസ്റ്റ്യനാ. പിണറായി താമസിക്കുന്ന ആളാണ്, ഈരാറ്റുപേട്ടയ്ക്ക് അങ്ങനെയൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പോ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ തമ്മിൽ അറിഞ്ഞിട്ടില്ല, ഫോൺ വിളിച്ചിട്ടില്ല, സ്വന്തക്കാർ ബന്ധുക്കാരും ഒന്നുമല്ല. ആ പുള്ളിക്കാരന്റെ പി എക്ക് പോലും അറിയില്ല. അതുകൊണ്ടല്ലേ ഈ പ്രശ്നം. ആ അറിയാമായിരുന്നെങ്കിൽ ഈ പി സി ജോർജ് എന്ന് പറയുന്ന ഒരാളുടെ കാര്യമില്ലല്ലോ. ഇല്ല. അത് പോയില്ല. സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ അള്ളാഹു പിണറായി വിജയന് ഒരുപോലെയാണോ? ഇതാണ് അടുത്ത്. അള്ളാഹ്ക്ക് ചില ആളുകളെ അറിയാം, ചില ആളുകളെ അറിയത്തില്ല എന്നാണോ? ഈ ഇനി രണ്ടാമത്തെ അത് ഞാൻ അവിടെ അവരെ കൊണ്ട് മറുപടി പറയാൻ സമ്മതിക്കുന്നില്ല. അവിടെ ലോക്ക് ചെയ്തിട്ട് അടുത്ത ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്കും ഇത്തരം സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണോ? ഫർസീനൊക്കെ ചോദിച്ചില്ലായിരുന്നു എങ്ങനെ പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇനി പിണറായി വിജയന്റെ പാർട്ടിക്ക് എതിരാണ് ഞാൻ. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. അപ്പൊ എനിക്കൊരു ആവശ്യമുണ്ട് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ കൊണ്ട്. ഞാൻ പാർട്ടിക്കെതിരെയുള്ള ആളാണെന്ന് അറിഞ്ഞാൽ ഒരിക്കലും എന്നെ സഹായിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പാർട്ടിയെ ഓപ്പൺ ചെയ്യാതെ പിണറായി വിജയന്റെ പാർട്ടിക്കാരനായ ഒരു MLA വഴിയാണ് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഞാൻ എൻ്റെ വ്യക്തിത്വത്തെ പോലും എന്താണ് മാറ്റി വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ പാർട്ടിയാണ് എന്ന് കാണിക്കുമ്പോഴല്ലേ ഉള്ളൂ എന്നെ പിണറായി വിജയൻ സഹായിക്കത്തുള്ളൂ. അതേ സമയത്ത് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന പാർട്ടിക്ക് അറിയാം ഇവൻ നമ്മുടെ പാർട്ടി അല്ല, എന്നാലും ഒന്ന് കണ്ണടച്ച് വിട്ടേരെ കൊടുത്തരെന്ന് പറയുമ്പം ആരെയാണ് പൊട്ടനാക്കുന്നത്? പിണറായി വിജയനെയാണ് ശരിക്കും പൊട്ടനാക്കുന്നത്. അപ്പൊ അള്ളാഹുവിനെ ഇങ്ങനെ പൊട്ടനാക്കാൻ പറ്റുമോ? കാരണം എന്താ? അടുത്ത ചോദ്യം, ഞാൻ അള്ളാഹുവിലോട്ട് ഞാൻ പാപിയാണ്, എനിക്ക് അള്ളാഹുവിലോട്ട് അടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്താന്ന് അള്ളാഹ്ക്ക് മനസ്സിലായിട്ടില്ല ഇവരുടെ കാഴ്ചപ്പാടിൽ. ഇടയിൽ കയറി വന്നൊരു മഹാനായ വ്യക്തി, അല്ലെങ്കിൽ ഒരു ബദരീങ്ങൾ, അല്ലെങ്കിൽ വേറൊരാൾ മുഖേദ്യം ചെയ്ത് പഠിച്ചവനെ ഒന്ന് കൊടുത്തേരട്ടോ, അവന് എത്താൻ പറ്റുന്നില്ല. അപ്പൊ അള്ളാഹ് നീ ആരുടെ അത് പറയാൻ? ആയത്ത് കുറിച്ച് അർത്ഥം നീ പഠിച്ചിട്ടില്ലേ? മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. എന്റെ അനുവാദമില്ലാതെ ആർക്കാണ് എന്റെ അടുക്കൽ ശുപാർശ നടക്കാൻ അനുവാദമുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും ഇല്ലാത്തൊരു കാര്യം നിനക്ക് എവിടുന്നാണ് ആ കിട്ടിയത്? അപ്പൊ തന്നെ ഇടയിൽ നിൽക്കുന്ന വലിയ എന്ത് ചെയ്യും? ഓടി രക്ഷപ്പെടും. അപ്പൊ അള്ളാഹുവിന്റെ ഇതിന് പെർമിഷൻ കിട്ടിയാൽ മാത്രമേ പടച്ചവന്റെ അടുത്ത് വിട്ട് റെക്കമെൻഡ് പോലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമാണ് ആ ഷഫാഅത്തിനുള്ള ചാൻസ് കൊടുത്തിരിക്കുന്നത്. എല്ലാ നബിമാരുടെ അടുത്തും പോയി ആ ബാത്തിലെ ആളുകൾ ചോദിക്കും, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയാവോ? ആദം നബി മുതലുള്ള പ്രവാചകന്മാരുടെ അടുത്ത് പോയി ചോദിക്കും, ഒന്ന് പറയാവോ? അലോ ഇല്ല, പെർമിഷൻ ഇല്ല, ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ മുഹീദ്ദീൻ ഷെയ്ഖ് പോലുള്ള മഹാപടുക്കളായ വലിയകൾ എല്ലാം നിൽപ്പുണ്ട്, അവിടെയും പോയി ചോദിക്കും. അപ്പൊ പ്രവാചകന്മാരിരിക്കുന്നത് അവർക്ക് പറ്റാത്ത കാര്യം ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഇല്ലാ ബിഇദ്നില്ല, അള്ളാന്റെ അനുവാദം ഇല്ലാത്തവർക്ക് മാത്രം. അള്ളാഹ് അപ്പൊ അനുവാദം കൊടുക്കും ഒരാൾക്ക്. ആർക്ക് കൊടുക്കും? അതെ, അപ്പൊ അള്ളാഹ് അനുവാദം കൊടുത്തില്ലെങ്കിൽ നബിക്ക് പറ്റുമോ? പറ്റില്ല. ആ. അപ്പൊ ഇതൊന്നും അറിയത്തില്ല. അപ്പം പിണറായി വിജയന്റെ അടുത്ത് പോയി ഞാൻ എന്റെ പാർട്ടിയെ മറച്ചു വെച്ചുകൊണ്ട് പി സി ജോർജിനെ കൊണ്ട് പറയിപ്പിക്കാം എന്ന് പറഞ്ഞ ഒരു പൊട്ട ഉദാഹരണം വെച്ച് അള്ളാഹുവിന്റെ അടുത്ത് ഞാൻ എത്തും. എന്റെ കാരണന്മാരായിട്ടൊക്കെ അങ്ങനെയാണ് അള്ളാഹുവിനെ കണ്ടിരിക്കുന്നത്. ഒരു വർഷാവർഷം മമ്പുറത്തും കോലാലമേടും മറ്റേ എവിടെയാണ് അജ്മീറിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇസ്ലാമാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഇസ്ലാം. സോ അഫ്സലെ, നീ ഏത് ഖുർആൻ കാണിച്ചാലും, നീ എന്ത് വാദങ്ങളൊക്കെ പറഞ്ഞാലും ഞാൻ ഇങ്ങനെ തന്നെ പോകത്തുള്ളൂ. അങ്ങനെ ഉള്ളവരുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ, നമ്മളെ അറിയാവുന്നതാണ്. ഇപ്പൊ ഒരുപാട് മാറി, നമ്മുടെ നാടൊക്കെ ഒരുപാട് മാറി. ഞാൻ നോക്കുന്നത് ഇപ്പോഴും മൂവാറ്റുപുഴയൊക്കെയാണ് അതിനേക്കാൾ കൂടുതൽ അതപ്പതിച്ച് കിടക്കുന്നത്.
കേട്ടില്ല. എന്താണെങ്കിലും മാഷാ അല്ലാ, ഇത് തന്നെ ഇപ്പം കേരളത്തിന്റെ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമാണ്. അതുപോലെ മലബാർ ഭാഗത്തുണ്ട്, തൃശ്ശൂർ ഭാഗത്തുണ്ട്. ആ, നമ്മുടെ നാടൊക്കെ ഒരുപാട് രക്ഷപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു എല്ലായിടത്തും ഇതുപോലെ ഖുർആൻ ചർച്ചകൾ, നിങ്ങളൊക്കെയാണ് ഇനി രക്ഷപ്പെടുത്താനുള്ളത്. ദേഹം വെട്ടിമുറിച്ച് പരിക്കേൽപ്പിക്കുക. ആ, ഇഅ്തികാഫ് ആകിഫു ഫിൽ മസാജിദ് എന്നാണ് ഖുർആനായത്ത് വന്നിരിക്കുന്നത്. നിങ്ങൾ പള്ളികളിൽ ഇഅ്തികാഫ് ഇരിക്കാന്ന്. ഇഅ്തികാഫിന്റെ ആ കംപ്ലീറ്റ് പർപ്പസ് നടക്കണമെങ്കിൽ പള്ളിയിൽ തന്നെ ഇരിക്കണം. ഇനി വീടുകളിലാണ് ഒരാൾ ഇരിക്കുന്നത്, ഇഅ്തികാഫ് ആയിട്ട് പരിഗണിക്കൂല. പക്ഷെ രാത്രി മുഴുവൻ ഉണർന്നിരുന്നു ഇബാദത്തിൽ ഇരുന്നതിന് പ്രതിഫലം കിട്ടും. ഓക്കെ. അപ്പൊ 57-ാമത്തെ ആയത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ബാത്തിലിന്റെ ആളുകൾ കഫറു വ കദ്ദബു, കണ്ടോ, കഫറു വ കദ്ദബു. എന്താ വല്ലതീന, അള്ളാഹുവിന് ഒറ്റ വല്ലതീന കഫറു എന്നാ പറയുന്നത്. ആ, അപ്പൊ കഫറു രണ്ടും രണ്ട് കാര്യമാണ്. കഫറു വ കദ്ദബു. കഫറു എന്ന് പറഞ്ഞാൽ കാഫര്യങ്ങൾ. കാഫര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യത്തെ മൂടി വെച്ചവര്. കർഷകൻ, നമ്മൾ പറയത്തില്ലേ കർഷകൻ, സത്യം ഇതാണെന്ന് അറിഞ്ഞിട്ടും അവര് ഞങ്ങൾക്ക് കേൾക്കാൻ സൗകര്യമില്ല. കദ്ദബു. അത് മാത്രമല്ല കളവാക്കി, കളവാക്കി മൂടി മൂടി വെച്ച് മാത്രമല്ല, ഈ ഇസ്ലാം എന്ന് പറയുന്നത് ലോക ശുദ്ധ മണ്ഡലമാണ് എന്നതിനെ സ്ഥാപിച്ചെടുത്തു, കളവാക്കി. അപ്പം നിങ്ങൾ വിചാരിക്കും മറ്റു മതമാണ് ശരി, ഇസ്ലാമാണ് കളവാക്കിയത്. അങ്ങനെ മാത്രമല്ല, ഇസ്ലാമിന്റെ അകത്തെ വൈറസ് ആണല്ലോ ഇപ്പൊ ഫർസീന പറഞ്ഞ അവരുടെ ഭാഗത്തൊക്കെ ഉള്ള ഇത്ര പ്രശ്നം. അവിടെ പോലും യഥാർത്ഥ ഖുർആനും സുന്നത്തും പറഞ്ഞ അതിനെയും കസബു, കളവാക്കും. ഇവള് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്, ഒട്ടത്തരമാണ്. കണ്ടോ, കസബു, കളവാക്കും. വിശ്വസിച്ചേക്കരുതേ, മിണ്ടിയേക്കരുതേ, പണി കിട്ടുവേ, മുജാഹിദ് ആക്കുവേ, ജമാഅത്ത് ഇസ്ലാമി ആക്കുവേ, ഉത്തം പ്രസ്ഥാനത്തിൽ ആക്കുവേ. കണ്ടോ, ഇങ്ങനെ ലേബല് ചാർത്തി കൊടുത്തു. എന്നാ എന്താ പറഞ്ഞത്? സംഘടനയിൽ ചേരാനാണോ പറഞ്ഞത്? നിങ്ങൾ ഏതെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാനാണോ പറഞ്ഞത്? അല്ല. നിങ്ങൾ ഈ ഖുർആൻ ഒന്ന് വായിച്ചു നോക്ക് മനുഷ്യ, ഈ ഹദീസ് ഒന്ന് പഠിച്ചു നോക്ക്. എന്താണ് പഠിച്ചോ പറഞ്ഞത്? എടാ, നിങ്ങൾ എവിടെയാണോ തുടരുന്നത് അവിടെ തന്നെ തുടർന്നോ. നിങ്ങൾ മതമൊന്നും വിടണ്ട. അതൊക്കെ പിന്നെ പഠിച്ച് പഠിച്ച് നമുക്ക് പയ്യെ പതിയെ മാറ്റണമെങ്കിൽ മാറ്റാം. ഈ മധുഹബി ഒരാൾ തുടർന്ന് പറഞ്ഞ അയാൾക്ക് ഒരു നരകത്തിലൊന്നും പോകുന്നില്ല. മധുഹബിന്റെ ഇമാമിങ്ങളൊക്കെ ഈ ലോകത്ത് പണിയെടുത്തിട്ടുള്ളത് ഇസ്ലാമിനെ ജീവിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. പിന്നെ അവർക്ക് കിട്ടാതെ പോയ ചില ഹദീസുകൾ പിൽക്കാലത്ത് കിട്ടിയത് കൊണ്ട് നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്തു, ഒരു ഇമാമിനെ പിടിക്കാതെ ഹദീസിലേക്ക് പോയി എന്ന് മാത്രം. അന്ന് ഇമാമിങ്ങൾ പറഞ്ഞങ്ങനെ, അതൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഈ ജാറം മക്ബറ ഫസ്ലിങ്ങൾ ഇതുപോലെ അള്ളാഹും നമ്മളുള്ള ഇടയിലുള്ള തടസ്സം, അതിനെ മാറ്റുമെന്ന് പറഞ്ഞാൽ എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് അതിനുവേണ്ടി ഞാൻ ചാകാൻ വേണം. അടുത്ത ലാസ്റ്റ് ആയത് ഫൗലായിക ലഹും, അവർക്ക് അസാബും മുഹീൻ, അപമാനകരമായ
വേദനാജനകമായ ശിക്ഷയാകുന്നു. ഹോ, അങ്ങനെ 57 കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ എവിടെയാ നിൽക്കുന്നത്? ഒരുപാട് ആ നരകത്തിൽ എത്തിയിട്ടില്ല. നരകത്തിൽ വിടും, സ്വർഗത്തിൽ വിടും, രണ്ടിന്റെയും ഏരിയ വിശദീകരിച്ചിട്ടില്ല. രണ്ടിനെ ഇങ്ങനെ വകഞ്ഞ് മാറ്റി ഇതിങ്ങനെ രണ്ട് സൈഡിലും ഇതിങ്ങനെ വെച്ചു. അപ്പൊ നമ്മളിവിടെ ഫ്രീ ആയിട്ട് നിൽപ്പുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട്. പഠിച്ചോൻ ഇങ്ങനെയൊക്കെ ചെയ്തതാണ്. നിങ്ങൾക്ക് ഇപ്പൊ എങ്ങോട്ട് പോകാനാ തോന്നുന്നേ? സ്വർഗവാസികളുടെ ഏരിയയിലോട്ട് പോയി നിൽക്കാനാണ് തോന്നുന്നത്. ഇല്ലേ? തോന്നില്ലേ? ആ ബാത്തിലിന്റെ ആളുകൾ ചെയ്യുമ്പോൾ ആ ബാത്തിലിന്റെ ആൾക്കാർക്കും തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് അപ്പുറത്ത് പോയി നിൽക്കാൻ. കാരണം ഇവിടെ ഒരു ഓപ്ഷൻ ഇല്ല അപ്പുറത്ത്. അപ്പൊ അവിടെ വെച്ച് പറയും ഞങ്ങൾ ഇവരാണ് വഴി വീഴിപ്പിച്ചത്, ദേ ആ നിൽക്കുന്ന സാധനമാണ് എന്നോട് ഇതൊക്കെ പറഞ്ഞു തന്നത്, അതാണ് എന്നെ കൊണ്ട് ഇങ്ങനെ വിശ്വസിപ്പിച്ചത്. അവിടെ പഠിച്ചോനെ നീ അതിനെ ആദ്യം പിടിപ്പിക്കണേ, ആ ഉസ്താദിനെ ആദ്യം ചോദ്യം ചെയ്യണേ, ആ നേതാവിനെ പിടിക്കണേ. ഇതൊന്നും വേണ്ട, ഒച്ചയും ബഹളം ഉണ്ട്, ആ മിണ്ടി പോയേക്കരുത്. ബുദ്ധി ഉണ്ടായിരുന്നല്ലോ. നിന്റെ യഥാർത്ഥ ഇമാം എന്ന് പറയുന്നത് ഖുർആൻ ആയിരുന്നോ ഈ കാണുന്ന പണ്ഡിത വർഗമായിരുന്നോ? ഈ ചോദ്യം ചോദിക്കും. മൻ ഇമാമുക്ക, ആരാണ് നിന്റെ ഇമാമ്? ഖുർആൻ. ഇവിടെ ഇമാം ആരാണ്? പക്ഷെ ഇവരുടെ ഇമാം ചില ആളുകളുടെ ഇമാം നേതാവും മറ്റുള്ളവരും വിടാനൊന്നും അല്ലായിരുന്നു. അപ്പൊ അവരും ചോദിക്കും അപ്പുറത്തോട്ട് വിടാവോന്ന്. പക്ഷെ അവർക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് ഈ ഖുർആൻ നമ്മളോട് പറയുന്നത് എന്താണ്? ഈ അവസ്ഥ മുന്നിൽ കാണിച്ചിട്ട് നിങ്ങൾ അവിടെ ചെന്നിട്ടില്ലല്ലോ, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് തീരുമാനം എടുക്കാം. ബാത്തിലിന്റെ ആളുകളാണെങ്കിൽ വിട്ടുമാറിക്കോളൂ, ഹക്കിലേക്ക് മാറിക്കോളൂ, തീരുമാനം എടുക്കാം. മരിച്ചിട്ടില്ല, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും സാധിക്കത്തില്ല. ഇനി ഈ ഒരു തത്വം പഠിപ്പിച്ചതിന് ശേഷം വീണ്ടും പഠിച്ചോ നമ്മളെ കൊണ്ട് മക്കയിലോട്ട് വരിക. എന്താണെന്നറിയോ? നോക്കിയേ, വല്ലദീന ഹാജറു, മുഹാജിറീങ്ങളായ ആളുകൾ. 3 മണിയായല്ലേ? വേണമെങ്കിൽ നമുക്ക് ബാക്കി നാളെ പറഞ്ഞാൽ മതി എന്ന് തോന്നുന്നു. നിങ്ങൾ മടുത്ത് കാണും. മതി. ഓക്കെ. അപ്പോ 57-ാമത്തെ ആയത്ത് വരെ വേർതിരിച്ച് ഇങ്ങനെ പഠിച്ചു നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ തീരുമാനം എടുക്കാം. അള്ളാഹുവിന്റെ അടുത്തിരുന്ന് ഖുർആൻ പഠിക്കുന്ന ഒരു കൊച്ചിനോട് ചോദിക്കാണ്, ഇനി നിനക്ക് തന്നെ തീരുമാനം എടുക്കാം ഏതിന്റെ കൂടെ നീ കൂടണം എന്നുള്ളത്. ബാക്കി സീനിൽ കാണാം. വെയിറ്റ് ആൻഡ് സീ. നിന്റെ തീരുമാനം പോലെ ഇരിക്കും ഇനി ബാക്കി നിന്റെ ഭാവി. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.